സാഹചര്യമേ ഇല്ല. അറിയിച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നേ സ്ഥാനാർത്ഥി ചർച്ചകൾ വരുമ്പോൾ തന്നെ ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു, ഒരേ സ്ഥാനാർത്ഥി വേണ്ട, നമുക്കൊരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അത് പരിഗണിച്ചില്ല. പക്ഷേ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞു. ശ്രീ കൃഷ്ണകുമാർ തന്നെയാണ് സ്ഥാനാർത്ഥി എന്നറിഞ്ഞു. ശ്രീ കൃഷ്ണകുമാറിൻ്റെ കൂടെ ഈ 28 കൗൺസിലർമാരും പാർട്ടി പ്രവർത്തകരും ഒന്നടങ്കം ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചിട്ടുണ്ട്. നഗരസഭാ ഭരണത്തിൽ പാളിച്ചുണ്ടെങ്കിൽ അത് ജില്ലയുടെയും സംസ്ഥാനത്തിൻ്റെയും കീഴിലാണല്ലോ നഗരസഭ. പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതാരാ? പാലക്കാട്ടെ വൻ തിരിച്ചടി BJPയിൽ കൂട്ടത്തല്ലായി മാറിയിരിക്കുകയാണ്. നഗരസഭയെ പഴിച്ച് തോൽവിയെ സെറ്റിൽ ചെയ്യാൻ നോക്കിയ നേതൃത്വത്തിന് നഗരസഭാ അധ്യക്ഷ തന്നെ മറുപടി കൊടുത്തു. കഷ്ടപ്പെട്ട് ജയിച്ചു വന്ന കൗൺസിലർമാരെ വിരട്ടാൻ വരേണ്ടെന്നാണ് ദേശീയ കൗൺസിൽ അംഗം N. ശിവരാജൻ കൊടുത്ത മുന്നറിയിപ്പ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ BJPയിലെ നടപ്പുരീതി വിശദീകരിച്ച് വ്യക്തിപരമായി കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കാൻ ഒന്നും ചെയ്തിട്ടില്ലെന്ന് K. സുരേന്ദ്രനും പറഞ്ഞു. പ്രസിഡന്റ് പദവി ഒഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ശ്രീധരൻ പിള്ളയും V. മുരളീധരനും മുൻപ് പ്രസിഡന്റായിരിക്കെ തോൽവിയിൽ രാജിവെച്ചിട്ടില്ലെന്നും സുരേന്ദ്രൻ ഓർമ്മിപ്പിക്കാൻ മറന്നില്ല. പാലക്കാട്ടെ BJP ഇത്രയേ ഉള്ളൂ എന്ന് ആളുകൾ തിരിച്ചറിയുമ്പോൾ സങ്കടപ്പെടുന്ന മറ്റൊരു കൂട്ടർ കൂടിയുണ്ട്. BJP ജയിക്കാതിരിക്കാൻ വോട്ടെല്ലാം ഇങ്ങോട്ട് തന്നോളൂ എന്ന് പ്രചാരണം നടത്തി ശീലിച്ചവരാണ് ആ കൂട്ടർ. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ലാൽകുമാർ, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ; AK നസീർ, BJP മുൻ വക്താവ്; ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ. BJP പ്രതിനിധിയെ ചർച്ചയിലേക്ക് ശ്രമിച്ചിരുന്നുവെങ്കിലും ഈ സംഘടനാ പ്രശ്നങ്ങൾ ഉള്ള ഒരു ചർച്ച എന്ന നിലയിലേക്ക് അവർ ചർച്ചയ്ക്ക് ആളെ അയക്കുന്നില്ല എന്ന നിലയിലുള്ള മറുപടികളാണ് പലരിൽ നിന്നും കിട്ടിയത്. ഇപ്പോൾ ശ്രീ നസീർ ഇപ്പോൾ BJPയിലല്ല, മുൻപ് ഇതുപോലെ തന്നെ നേതൃത്വത്തോട് വിയോജിച്ചുകൊണ്ട് തന്നെ BJP വിട്ട് പുറത്തു വന്നയാളാണ്. മുൻപ് അദ്ദേഹം BJP വക്താവ് എന്ന നിലയിൽ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്നു എന്നതുകൂടി പ്രേക്ഷകരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് പോകാം. ഞാൻ ആദ്യം ശ്രീ പൊടിപ്പാറയിലേക്കും ശ്രീ നസീറിലേക്കും വരാം. അതിനു മുമ്പ് ലാലിന് മൂന്നാം ഊഴത്തിലാകാമെന്ന് വിചാരിക്കുകയാണ്. ഇവിടെ ഞാൻ നഗരസഭാ അധ്യക്ഷ ഇന്ന് പറഞ്ഞ വളരെ പ്രസക്തമായ ആ പരാമർശം, പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് ഉച്ചയ്ക്ക് സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയത്. അതിൽ അദ്ദേഹം പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയവുമായി വിശദീകരിച്ച സുപ്രധാനമായ ഒരു ഭാഗം ഒരല്പം ഒന്ന് കണ്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ച ആരംഭിക്കാം. പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം പാളി, ഇതാണ് നിങ്ങളുടെ അടുത്ത ചോദ്യം. ഉദാഹരണത്തിന് പാലക്കാട് സ്ഥാനാർത്ഥി നിർണയത്തിന് ഞങ്ങളെ പാർട്ടിയുടെ കോർ കമ്മിറ്റി ചുമതലപ്പെടുത്തിയത് ബഹുമാന്യനായിട്ടുള്ള മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കുമ്മനം രാജശേഖരൻ. പഞ്ചായത്ത് തലം മുതൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഇൻഡിപെൻഡൻ്റ് ഓരോരുത്തരായിട്ട് കണ്ട്, ഇൻഡിവിജ്വലി കണ്ട് അഭിപ്രായ സമാഹരണം നടത്തി 3 പേരുകൾ അവിടെ വന്നു. ഈ 3 പേരുകൾ അടങ്ങുന്ന പട്ടിക വിശദമായിട്ട് 4 മണിക്കൂർ നീണ്ട സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം, നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തതാണ് കൊച്ചിയിൽ. ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഓരോരുത്തരെയും സംബന്ധിച്ച് ചർച്ച നടത്തി. നിർഭാഗ്യവശാൽ വന്ന പേരുകൾ 2 പേർ മത്സരിക്കാനില്ല, സന്നദ്ധത കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത്. ഈ അഭിപ്രായങ്ങൾ അടങ്ങിയ നോട്ടോടുകൂടിയാണ് ഞാൻ എല്ലാവരുടെയും സർവ്വ സഹമതിയോടുകൂടി, അനുവാദത്തോടുകൂടി പാലക്കാട്ടെ പാനൽ അയക്കുന്നത്. പറയട്ടെ. അങ്ങനെ 3 പേരടങ്ങുന്ന പട്ടിക തന്നെയാണ് അയച്ചത്. പക്ഷെ ഒരു നോട്ട് അതിൻ്റെ കൂടെ വെച്ചു. ഇതാണ് മറ്റ് 2 പേർ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങൾ. സ്ഥാനാർത്ഥി നിർണയം ഏതെങ്കിലും ഒരു വ്യക്തി നടത്തുന്ന പതിവ് ഭാരതീയ ജനതാ പാർട്ടിയിലില്ല. ഇനി സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിച്ച ആള് അവസാന നിമിഷം വരെ എന്നെ മത്സരിപ്പിക്കരുത് എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അവസാന നിമിഷം വരെ. പക്ഷേ ഗത്യന്തരമില്ലാതെ അദ്ദേഹത്തോട് മത്സരിക്കാൻ ഞങ്ങൾ ആവശ്യപ്പെടുക. അദ്ദേഹത്തിൻ്റെ പേരും കൂടി വെട്ടിയിട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ശരിയായ നിലപാടായിരിക്കില്ല. അതുകൊണ്ട് കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മത്സരിക്കുന്ന ആൾ അങ്ങനെയല്ല. അദ്ദേഹം പാലക്കാട് മണ്ഡലത്തിൽ ഇതുവരെ മത്സരിച്ചിട്ടില്ല. ചർച്ച ആരംഭിക്കാം. ശ്രീ നസീർ, ഇപ്പോൾ സാധാരണ രാഷ്ട്രീയമൊക്കെ അത്യാവശ്യം അറിയുന്ന മനുഷ്യരൊക്കെ ഇത് കേൾക്കുമ്പോൾ തോന്നും, കണ്ടില്ലേ സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ സുരേന്ദ്രൻ സംഘടനാ രീതി പറയുന്നു. അത് കേട്ടാൽ തോന്നുന്നൊരു കാര്യം,
ബി ജെ പിയുടേതായ ഒരു രീതിയുണ്ട്. ആ രീതി ആകെ ഫോളോ ചെയ്യുന്നു. കുമ്മനത്തെ ചുമതലപ്പെടുത്തുന്നു. കുമ്മനം അവിടെ പോയി പഞ്ചായത്ത് തലത്തിലടക്കം താഴെത്തട്ടിലൊക്കെ പരിശോധിച്ച് 3 പേരുടെ പേര് കൊണ്ടുവരുന്നു. അങ്ങനെ അതിനനുസരിച്ച് പ്രവർത്തിച്ച് നോട്ട് കേന്ദ്ര പാർലമെൻ്ററി ബോർഡിലേക്ക് മോദി അടക്കമുള്ളവരുടെ ആ ബോർഡ് സമിതിയിലേക്ക് എത്തിക്കുന്ന ചുമതലയാണ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞൊരു വാചകം കൂടിയുണ്ട്. ബി ജെ പിക്കകത്ത് വ്യക്തിപരമായ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഒരാൾക്കും ഒന്നും ചെയ്യാതെ, കെ സുരേന്ദ്രൻ എന്ന സംസ്ഥാന പ്രസിഡന്റ് എന്നല്ല ഒരാൾക്കും കഴിയില്ല. നടപടിക്രമങ്ങൾ വിശദീകരിച്ച് ഈ കാലയളവിൽ ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം പറയാൻ നിർബന്ധിതനുമായതാണ്. പ്രചരണകാലത്ത് അടക്കം വന്നിരുന്നു. കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹത്തിൻ്റെ താല്പര്യാർത്ഥം വന്നതാണെന്ന തരത്തിലുള്ളൊരു പ്രചാരണമൊക്കെ ഒരു ഭാഗത്തുണ്ടായിരുന്നല്ലോ. ഇതെല്ലാം വരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാചകം അങ്ങനെ നോക്കിയാൽ ശരിയുമാണ്. അവസാനം തോറ്റു കഴിയുമ്പോൾ പഴിയെല്ലാം പ്രസിഡന്റിന്. ബി ജെ പിയിലൊരു രീതി വെച്ച് നോക്കിയാൽ അങ്ങനെ പഴിക്കുന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിൽ കെ സുരേന്ദ്രനെ കുറ്റപ്പെടുത്തുന്നതിലോ പഴിക്കുന്നതിലോ അർത്ഥമുണ്ടോ? ശ്രീ നസീർ, താങ്കൾക്ക് ആ പാർട്ടിയും ഈ നേതൃത്വവും ഇവരെയും ഒക്കെ നന്നായി അറിയാവുന്നതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ താങ്കളോടത് ചോദിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, ഞാൻ ബി ജെ പിയുടെ വക്താവായിരുന്നില്ല, ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, സെൻട്രൽ സോണിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഓക്കെ. പക്ഷേ ഞാൻ 3 ജില്ലയുടെ പ്രഭാരിയായിരുന്നു. ഈ 3 ജില്ലയുടെ പ്രഭാരിയായിരിക്കുമ്പോഴും ഇപ്പോൾ സുരേന്ദ്രൻ പറഞ്ഞ പോലെ തന്നെയാണ് സംഘടനാ രീതി. പക്ഷേ ഈ ജനാധിപത്യപരമായ ഈ സംഘടനാ രീതിയൊക്കെ കേവലം കടലാസിൽ മാത്രമാണ് ബി ജെ പി പ്രദർശിപ്പിക്കാറ്. ഇന്ന് പാലക്കാട് ബി ജെ പിയുടെ പരാജയത്തിൻ്റെ പ്രധാന കാരണം അന്വേഷിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ സാധാരണ പ്രവർത്തകരുടെ നിർജീവാവസ്ഥയാണ്. എന്തുകൊണ്ട് പ്രവർത്തകർ നിർജീവമാകുന്നു? അത് പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിലും വളരെ നിർജീവമായ ഒരവസ്ഥയിലേക്ക് കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൻ്റെ പ്രവൃത്തി ഇന്ന് പാർട്ടിയെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് ഏതൊരാൾക്കും കാണാൻ മനസ്സിലാവും. ഇപ്പോൾ സുരേന്ദ്രൻ ഇവിടെ പറഞ്ഞതുപോലെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? മണ്ഡലം തലത്തിലെ ഏത് നിയമസഭാ മണ്ഡലമാണോ അവിടുത്തെ മണ്ഡലത്തിൻ്റെ ജനറൽ സെക്രട്ടറി ഉപരി ആളുകളുടെ കൂട്ടായ്മ, അവിടെ സംസ്ഥാന നേതാക്കളുടെ ഒരാൾ വന്ന് ഒരു കൂട്ടായ്മ നിശ്ചയിച്ച് അതിൽ നിന്ന് 3 പേരെ തിരഞ്ഞെടുക്കും. ഇതൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇതെല്ലാം തിരഞ്ഞെടുത്തതിന് ശേഷം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നുമല്ല പിന്നീട് സംഘടന നടപ്പാക്കുന്നു എന്നത് വസ്തുതയാണ് എനിക്ക് നേരിട്ട് അനുഭവപ്പെട്ടിരിക്കുന്നത്. ഞാൻ 3 ജില്ലയുടെ പ്രഭാരിയായിരുന്നല്ലോ. ഈ പ്രഭാരിയായിരുന്ന കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ കോട്ടയം ജില്ലയുടെ പ്രഭാരിയായിരിക്കുമ്പോൾ, അത് കോട്ടയം ജില്ലയിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അതാത് മണ്ഡലങ്ങളിൽ പോകുന്നു. മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട ജില്ലാ ജനറൽ സെക്രട്ടറി മണ്ഡലം ജനറൽ സെക്രട്ടറി ഉപരി ആളുകളുമായി ഇരുന്ന് സംസാരിച്ച് 10-15 പേരുണ്ടാവും. അവരിൽ അവരുടെ അഭിപ്രായം ആരാഞ്ഞ് കൃത്യമായി 3 പേരുടെ പേര് രേഖപ്പെടുത്തി സംസ്ഥാന കമ്മിറ്റി കൊടുക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും എന്നെ ഞെട്ടിച്ചത് ഈ കൊടുത്ത ഒരു പേര് പോലും പാർട്ടി പിന്നീട് പ്രഖ്യാപിക്കുമ്പോൾ കാണാറില്ല. അത് പ്രഖ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ ആ ജില്ലയുടെ പ്രഭാരി എന്ന രീതിയിൽ എന്നോട് പോലും പറയാറില്ല, ഇന്ന കാരണം കൊണ്ട് അത് ആളെ മാറ്റുകയാണ്, അതിന് സംഘടനാപരമായി ഇന്ന വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി വിജയ സാധ്യത ഇന്ന ആൾക്കാണ്, അതുകൊണ്ട് ഇന്ന മാതിരി നമുക്ക് ചെയ്താൽ എന്ന സാധാരണ ഒരു ജില്ലയുടെ പ്രഭാരി അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ പ്രഭാരി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു കൂടിയാലോചന വരേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഒരു കൂടിയാലോചനയൊന്നും സംഘടനാപരമായിട്ട് ബി ജെ പിക്ക് ഉണ്ടാകാറില്ല. പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരു ജനാധിപത്യ മര്യാദയൊക്കെ കാണിക്കുന്നു. ഇപ്പോൾ നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ എല്ലാ പ്രോട്ടോക്കോളും നിശ്ചയിക്കുന്നു. പക്ഷേ അവസാന നിമിഷത്തിൽ ആരൊക്കെയോ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നു. അപ്പോൾ ഇവിടെ കേരളത്തിലെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വിഷയം ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകർ വളരെയേറെ ദുഃഖിതരും വേദന അനുഭവിക്കുന്നവരുമായി മാറുന്നു എന്നുള്ളതാണ്. അതിന്റെ വിഷയം ബി ജെ പി ഇതുവരെ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായ കാര്യം. അത് പഠിക്കുമ്പോഴാണ് ഇതില് പാലക്കാട്ടെ ഈ സംഭവത്തിലേക്ക് വന്നാൽ നോക്കൂ, കുമ്മനം നമ്മൾ അത് കേൾക്കുമ്പോൾ ഇപ്പോൾ കെ സുരേന്ദ്രൻ പറയുകയാണ് കുമ്മനത്തെയാണ് ചുമതലപ്പെടുത്തിയത്, കുമ്മനമാണ് 3 പേരുകൾ കൊടുത്തത്. താങ്കൾ ഈ പറഞ്ഞ പോലെ അതിനപ്പുറം തീരുമാനമെടുക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ കേട്ടു. പക്ഷേ പാലക്കാട്ടെ ഈ സംഭവത്തിലേക്ക് വന്നാൽ അത് താങ്കൾ ഈ പറഞ്ഞ പോലെ മറ്റേതെങ്കിലും താരതമ്യേന തീരെ കുറഞ്ഞ സംഘടനാ ശേഷിയുള്ള അല്ലെങ്കിൽ വോട്ട് കുറവ് കിട്ടുന്ന ഏതെങ്കിലും ഒരു മണ്ഡലമല്ല. പാലക്കാട് അവരുടെ എ ക്ലാസ് മണ്ഡലമാണ്. മാത്രമല്ല വിജയ സാധ്യത ഉണ്ട് എന്ന് പ്രചരിപ്പിച്ച് ആ നിലയിൽ മുന്നോട്ട് പോകുന്നൊരു മണ്ഡലമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ അത്ര പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ കുമ്മനത്തെ പോലെ ഒരാൾ ചുമതലപ്പെടുത്തുന്നു, അതിൽ 3 പേരുകൾ വരുന്നു. ആ 3 പേരിൽ 2 പേരുകാർക്ക് താല്പര്യമില്ല എന്ന സാഹചര്യം വരുന്നു. അപ്പോൾ ഇതെല്ലാം
നടത്തി മുന്നോട്ട് പോകുന്നൊരു ആ ഘട്ടങ്ങളിലൊന്നും എതിർപ്പുകൾ പക്ഷേ കൃഷ്ണകുമാറിൻ്റെ പേരിൽ എങ്ങുമൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ സുരേന്ദ്രൻ പറയുന്നതിൽ കുറേയേറെ യാഥാർത്ഥ്യങ്ങളില്ലേ? പിന്നീട് പ്രചരണ രംഗത്തേക്ക് വരുമ്പോഴാണ് പാലക്കാട്ടെ ചില മുറുമുറുപ്പുകളും ഒക്കെ നമ്മൾ അറിയുന്നത്, വാർത്തകളിലും മറ്റും അറിയുന്നത്. അല്ല, ഇതിൽ പ്രധാന വിഷയം അതല്ല. ഇതിപ്പോൾ കൃഷ്ണകുമാർ അവിടെ പാലക്കാട് ഒരു സ്യൂട്ടബിളായ സ്ഥാനാർത്ഥി ആണോ അല്ലോ എന്ന് ചോദിച്ചാൽ സ്യൂട്ടബിളായ സ്ഥാനാർത്ഥി തന്നെയാണ്. പക്ഷേ അവിടെ പ്രശ്നം അതല്ല. ആ കൃഷ്ണകുമാർ ആ സ്യൂട്ടബിൾ സ്ഥാനാർത്ഥിയായി പാലക്കാടേക്ക് കടന്നു വന്ന വഴികൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ സാധാരണ പ്രവർത്തകരും പഴയകാല മുതിർന്ന പ്രവർത്തകരും അംഗീകരിക്കുന്ന തരത്തിലായിരുന്നില്ല. ചില ഗ്രൂപ്പുകളുടെ അടിസ്ഥാനത്തിൽ കടന്നു വരുമ്പോഴാണ് പലപ്പോഴും പ്രശ്നമാകുന്നത്. അത് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ സംഘടനാപരമായി ഇത് ഗ്രൂപ്പ്, അതായത് ഇപ്പൊ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ചില ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പുകൾ വഴി തെരഞ്ഞെടുക്കപ്പെട്ടു വരുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഇപ്പൊ നേരത്തെ ശിവരാജേട്ടന്റെ കാര്യം പറഞ്ഞു. ശിവരാജേട്ടൻ അവിടുത്തെ വളരെ തലമുതിർന്ന ഒരു നേതാവാണ്. അദ്ദേഹം അവിടുത്തെ കൗൺസിലറാവുന്ന കാലത്തൊക്കെ BJP പച്ച തൊടാത്ത ഒരു കാലത്താണ് ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ വിജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നതും കൂടുതൽ BJP കൗൺസിലർമാർ ഉണ്ടാവുന്നതൊക്കെ അവർ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഈ മുനിസിപ്പൽ ഭരണം. പക്ഷേ പിന്നീട് വരുമ്പോൾ BJPയിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓരോ 3 വർഷം കഴിയുണ്ടാവുന്ന തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പുള്ള ആളുകളെ പൂർണ്ണമായിട്ടും മാറ്റി പുതിയൊരു സംഘത്തെ കൊണ്ടുവരികയാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ BJPക്ക് വേണ്ടി അതുവരെ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഒരുപാട് നിയമപ്രശ്നങ്ങളിലൂടെ, കേസുകളിലൂടെ, അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള ഹറാസ്മെന്റിലൂടെയൊക്കെ ഉണ്ടാകുന്ന പ്രവർത്തകരെ സംരക്ഷിക്കാനോ നോക്കാനോ പുതിയ നേതൃത്വം തയ്യാറാവുന്നില്ല. പ്രവർത്തകർക്ക് വളരെ വേദന ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് അവർക്ക് കേസ് കുലുമാലുകൾ ഒരുപാട് വരുന്നു. ആ കേസൊക്കെ വന്ന് ആ കേസിന്റെ കോടതിയിൽ കേസൊക്കെ വന്ന് വിളിച്ച് കോടതിയിലേക്ക് വിളിക്കുന്നത് ചിലപ്പോൾ 6-7 വർഷം കഴിഞ്ഞു. നസീർ, ഞാൻ അതിലേക്ക് വരാം. കാരണം ഇവിടെ പക്ഷേ സംഘടനാ നേതാക്കന്മാര് അംഗീകരിക്കുന്നില്ല. നസീർ അതിന്റെ ഒരു പൊതുവിശദീകരണമാണ് നടത്തുന്നത്. പക്ഷേ ഇവിടെ വളരെ സ്പെസിഫിക് ആണ് പ്രശ്നങ്ങൾ. ഞാൻ ശ്രീ പൊടിപ്പാറയിലേക്കാണ് വരുന്നത്. അതായത് ഇവിടെ പ്രശ്നം വളരെ സ്പെസിഫിക് ആണ്. കാരണം ഇന്ന് നഗരസഭാ അധ്യക്ഷ തന്നെ സംസാരിച്ചതിലൂടെ വളരെ കൃത്യമായി അവരുടെ വിയോജിപ്പ് പറഞ്ഞു. നമുക്ക് ആ ചർച്ചയുടെ അടുത്ത ഭാഗം അത് പ്രത്യേകമായി തന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ശ്രീ പൊടിപ്പാറയോട് ഞാൻ മുമ്പ് കാട്ടിയ കെ സുരേന്ദ്രൻ്റെ ഈ വിശദീകരണത്തിൽ നിന്നാണ് സംസാരിക്കാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. താങ്കളുടെ ഒരു അഭിപ്രായം. അതായത് അദ്ദേഹം പറയുന്നത് 3 പേരിൽ 2 പേർക്ക് താല്പര്യമില്ല എന്നവർ പറഞ്ഞു. പക്ഷേ ആ 2 പേരും ഈ ലിസ്റ്റിൽ പെടുന്നു. അത് കേന്ദ്രത്തിലേക്ക് പോകുന്നു, കേന്ദ്ര സെൻട്രൽ പാർലമെൻ്ററി ബോർഡിലേക്ക് പോകുന്നു. അവിടെ നരേന്ദ്രമോദിയുണ്ട്, JP നദ്ദയുണ്ട്, അമിത്ഷായുണ്ട്, പോകുന്നു. അതേസമയം കൃഷ്ണകുമാറിൻ്റെ പേരും അതിനകത്തുണ്ട്. എന്നാൽ കൃഷ്ണകുമാറിൻ്റെ താല്പര്യമില്ലായ്മ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് സുരേന്ദ്രൻ. പക്ഷേ കൃഷ്ണകുമാറിൻ്റെ താല്പര്യമില്ലായ്മ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ സംഘടനാ രീതികൾ ആകെ പരിപാലിച്ച് മുന്നോട്ട് പോകുന്നുവെന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ച കെ സുരേന്ദ്രൻ്റെ വാക്യങ്ങളിൽ ഒരു കല്ലുകടിയായി അല്ലെങ്കിൽ ഒരു സംശയാസ്പദമായി നിൽക്കുന്നത് ഈ ഭാഗമാണോ ശ്രീ പൊടിപ്പാറ? ഒരു ഫേവറിറ്റിസം കൃഷ്ണകുമാറിനോട് ആ നിലയിൽ കാട്ടിയിട്ടുണ്ടോ? അത് സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞതിൽ സംശയാസ്പദമായി നിൽക്കുന്നുണ്ടോ? സുരേന്ദ്രന്റെ പത്രസമ്മേളനത്തെ നമ്മൾ കൃത്യമായി വ്യാഖ്യാനിച്ചാൽ അല്ലെങ്കിൽ വ്യവച്ഛേദിച്ചാൽ അപഗ്രഥിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഒരു കാര്യം 3 പേരുകൾ. നമുക്ക് ആ 3 പേരുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഏകദേശം ധാരണയുണ്ട്. ഈ കൂട്ടത്തിൽ കൃഷ്ണകുമാറിന്റെ പേരിനൊപ്പം ശോഭാ സുരേന്ദ്രന്റെയും സാക്ഷാൽ സുരേന്ദ്രന്റെയും പേരുകളാണ് ആ 3 പേരുടെ പട്ടികയിൽ ഉണ്ടായിരുന്നത് എന്നാണ് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ സുരേന്ദ്രൻ ഒരുപക്ഷെ റിലക്റ്റന്റ് ആയിരുന്നിരിക്കാം. ശോഭാ സുരേന്ദ്രൻ അത്രത്തോളം റിലക്റ്റന്റ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് പാലക്കാട് മത്സരിക്കണമെന്ന് താല്പര്യം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. നേരെ മറിച്ച് പറയാതെ തന്നെ പറയുന്നു കൃഷ്ണകുമാറിന് താല്പര്യമില്ലായിരുന്നു. പക്ഷെ ആ കാര്യം ഞാൻ അങ്ങോട്ട് അയച്ച റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയില്ല. മറ്റു 2 പേര് താല്പര്യമില്ലായ്മ കൃത്യമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് കൃഷ്ണകുമാറിന്റെ പേര് അല്ലെങ്കിൽ താല്പര്യമില്ലായ്മ അതിൽ രേഖപ്പെടുത്താതിരുന്നത്, ഉൾക്കൊള്ളിക്കാതിരുന്നത് എന്ന ശരത്തിന്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയോ സംതിങ് റോങ് സംവെയർ, എന്തൊക്കെയോ ഡെൻമാർക്കിൽ എന്തോ ചെയ്ഞ്ഞു നടന്നു എന്ന് പറഞ്ഞ പോലെ സുരേന്ദ്രന്റെ വിശദീകരണത്തിലൊക്കെ എന്തൊക്കെയോ അപൂർണതകളുണ്ട്, ചില ദഹിക്കായ്മകളുണ്ട്, ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സത്യത്തിൽ പാലക്കാടുമായിട്ട് ഒത്തിരി ബന്ധമുള്ള ഒരാളെന്നുള്ളത് എനിക്ക് അവിടുത്തെ ഈ BJP പൊളിറ്റിക്സ് ഒക്കെ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ളത് എനിക്ക് കൃത്യമായി പറയാൻ കഴിയും. അവിടെ ആദ്യം മുതൽ
ഈ കൗൺസിലർമാരുടെ മനസ്സിൽ വ്യക്തമായ എതിർപ്പുണ്ടായിരുന്നു. അവരത് പ്രകടിപ്പിക്കും. ഇന്നിപ്പോ പ്രമീള ശശിധരൻ പറഞ്ഞല്ലോ, കൃത്യമായി ഞങ്ങൾക്ക് ഈ പറഞ്ഞ കൃഷ്ണകുമാറിൽ താല്പര്യമില്ലായിരുന്നു, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ലായിരുന്നു, ഞങ്ങൾക്കത് പാർട്ടി തലത്തിൽ പറയാനല്ലേ പറ്റുള്ളൂ, ഞങ്ങളത് പറയേണ്ടടുത്ത് പറഞ്ഞു, സംസ്ഥാന നേതൃത്വത്തെയും അറിയിച്ചു. പക്ഷെ അവസാനം കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ തുണച്ചു, അദ്ദേഹത്തെ പിന്തുണച്ചു, അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അത്രയല്ലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ. പക്ഷെ ജനങ്ങൾ ഞങ്ങളോട് നേരത്തെ തന്നെ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ഞങ്ങളോട് പറഞ്ഞിരുന്നതാണ്, കൃഷ്ണകുമാറിനെ മാത്രമേ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിയായിട്ടുള്ളൂ, ഈ മുഖം അല്ലാതെ വേറൊരു മുഖവും ഞങ്ങൾക്ക് കാണാൻ പറ്റില്ലേ, ഏത് തെരഞ്ഞെടുപ്പ് വന്നാലും അദ്ദേഹം തന്നെയാണല്ലോ സ്ഥാനാർത്ഥി, ഒന്ന് മാറ്റി പിടിച്ചൂടെ എന്നുള്ള രീതിയിൽ ആളുകൾ ഞങ്ങളോട് പറഞ്ഞു. ആ വികാരമാണ് ഞങ്ങൾ സംസ്ഥാന നേതൃത്വത്തെയൊക്കെ അറിയിച്ചത്. പക്ഷെ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഞങ്ങൾ ചെന്ന് അതിനുശേഷം കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥി എന്ന് വന്നതോടുകൂടി ഞങ്ങൾ ആരും മാറി നിന്നില്ല. ഞങ്ങളുടെ എല്ലാ വാർഡുകളിലും ഞങ്ങൾ ഏറ്റവും ആത്മാർത്ഥമായി തന്നെ പ്രവർത്തിച്ചു, വീട് കയറി ആളുകളോട് സംസാരിച്ചു. പക്ഷെ ആളുകൾ അപ്പോഴും പറയുന്നത് ഈ പറഞ്ഞ അതേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. കൃഷ്ണകുമാറിന്റെ ആ മുഖം കണ്ടു മടുത്തു, അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ, അദ്ദേഹത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ അവർക്ക് അപ്പോഴും ഒരു ആത്മാർത്ഥത കുറവ്, ഒരു താല്പര്യക്കുറവ് പ്രകടമായി. അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? നഗരസഭയുടെ കുറ്റമാണ്, നഗരസഭയിലെ വീഴ്ചയാണ് സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന് കാരണമായതെന്ന് പറഞ്ഞാൽ അതൊന്നും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. കാരണം നഗരസഭ പാർട്ടിയുടെ കീഴിലാണ്, സംസ്ഥാന നേതൃത്വത്തിന് കീഴിൽ തന്നെയാണ്. ഞങ്ങളൊരു സ്വതന്ത്ര ഓർഗനൈസേഷൻ ഒന്നും അല്ല, ഞങ്ങളെ പാർട്ടിയുടെ ഭാഗമായി തന്നെയാണ് നഗരസഭ ഭരിക്കുന്നത്. അപ്പൊ നഗരസഭയ്ക്ക് വീഴ്ച ഉണ്ടായാൽ അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ജില്ലാ പാർട്ടി നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും മാറാൻ കഴിയില്ല. എല്ലാം ഞങ്ങളുടെ തലയിൽ കെട്ടിവെച്ച് ഞങ്ങൾ വേണ്ടത്ര ജാഗ്രതയോടെ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ രംഗത്തിറങ്ങാത്തത് കൊണ്ടാണ് തോറ്റത് എന്ന് പറഞ്ഞാൽ അത് സമ്മതിക്കില്ല. ഏതാണ്ട് ഇതിന് സമാനമായ വാക്കുകൾ തന്നെയാണ് ശിവരാജൻ ദേശീയ കൗൺസിൽ അംഗം പറഞ്ഞ്, നഗരസഭയുടെ കുറ്റമൊന്നുമല്ല, പാർട്ടിയുടെയും നഗരസഭയിലെ കൗൺസിലർമാർ ജയിക്കുന്നത് അത്യധ്വാനം ചെയ്താണ് അവർ ജയിച്ചു വരുന്നത്. അവരെ കുറ്റപ്പെടുത്തി അനാവശ്യമായിട്ട് അവരുടെ പേരിലേക്ക് ഈ പഴിയെല്ലാം ചാരാൻ ശ്രമിച്ചാൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. ശക്തമായി തന്നെ പ്രതികരിക്കും. ഈ പ്രഭാരി വന്നിട്ട് അയാൾ എന്ത് ചെയ്യായിരുന്നു? AC റൂമിൽ കിടന്ന് ഉറങ്ങില്ലായിരുന്നു? അയാളുടെ ബൂത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? പാർട്ടിക്ക് ലീഡ് കിട്ടിയിട്ടുണ്ടോ? അയാളോട് പോയി പണി നോക്കാൻ പറയുന്ന രീതിയിലാണ് പരസ്യമായിട്ട് ശിവരാജനെ പോലുള്ള ഒരു മുതിർന്ന നേതാവ്, നേരത്തെ ശ്രീ നസീർ ചൂണ്ടിക്കാണിച്ചതുപോലെ പാർട്ടിയുടെ ഏറ്റവും ദുർബലമായ കാലഘട്ടത്തിൽ പാർട്ടിയെ മുന്നോട്ട് നയിച്ച നേതാവാണ്. ഒരുപക്ഷെ താങ്കൾ ആ പറഞ്ഞതിൽ ഒരുപക്ഷെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ശ്രീ സുരേന്ദ്രൻ ഉദ്ദേശിച്ചിട്ടാണോ അല്ലയോ എന്നറിയില്ല, ഒരു ഭാഗത്ത് അദ്ദേഹം ഈ പരസ്യ പ്രസ്താവന നടത്തുന്നതിലുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ പരസ്യമായി ഈ വിയോജിപ്പുകൾ പറഞ്ഞവർക്കുള്ള മറുപടിയും അറിഞ്ഞോ അറിയാതെയോ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞു വെച്ചില്ലേ. ഒന്ന്, കൃഷ്ണകുമാർ പാലക്കാട്ട് മത്സരിച്ചിട്ടില്ല, എവിടെ? നിയമസഭാ മണ്ഡലത്തിൽ എന്ന് പറയുന്നത് തന്നെ പ്രമീളയടക്കം പറയുന്ന വിമർശനത്തിനുള്ള ഒരു മറുപടിയല്ലേ? രണ്ട്, മലമ്പുഴയിൽ സമർത്ഥമായി മത്സരിച്ചത് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ സുരേന്ദ്രൻ സന്നദ്ധമാവുന്നുമുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മാത്രമല്ല, നടപടിക്രമങ്ങൾ പാലിച്ച് കൃഷ്ണകുമാർ എന്ന സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് പാലക്കാട്ട് ഉയർന്നിട്ടുള്ള BJPക്കുള്ളിൽ ഉയർന്നിട്ടുള്ള എതിർപ്പുകൾ അത് BJP സംസ്ഥാന നേതൃത്വം, സംസ്ഥാന പ്രസിഡന്റ് ഉൾക്കൊള്ളുന്നതേയില്ല, അംഗീകരിച്ചിട്ടില്ല. ഇന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിൻ്റെ മികവുകളെ വിശദീകരിക്കാൻ അറിഞ്ഞോ അറിയാതെയോ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. ചരത്തെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ സുരേന്ദ്രൻ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞാലും ശരി, കൃഷ്ണകുമാറിന്റെ മികവ്, ഞാൻ കൃഷ്ണകുമാറിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് ഒരു എതിർപ്പുള്ള ആളല്ല. അദ്ദേഹം എൻ്റെ നല്ല സുഹൃത്താണ്. എൻ്റെ പാലക്കാടൻ മാതൃഭൂമിയിലെ 8-9 വർഷക്കാലം ഞാൻ അവിടെ ജോലി ചെയ്തതാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയം ഒരുപാട് കവർ ചെയ്തിട്ടുള്ള ഒരാളാണ് കൃഷ്ണകുമാർ. അന്ന് നല്ല പാർട്ടി പ്രവർത്തകനായിരുന്നു, അദ്ദേഹത്തിന് ജനകീയത ഉണ്ടായിരുന്നു, അദ്ദേഹം നിരന്തരം ഈ കൗൺസിലിലേക്കൊക്കെ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചു വരുന്ന ഒരാളാണ്. അതും മാറി മാറി പല കോട്ടകളും പൊളിച്ച് ജയിച്ച ആളാണ്. അതിനൊന്നും ഞാൻ കുറച്ച് കാണുന്നില്ല. അദ്ദേഹം മിടുക്കനായ ഒരു പാർട്ടി പ്രവർത്തകനാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സുരേന്ദ്രൻ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ, ഒന്ന്, അദ്ദേഹം പാലക്കാട് മത്സരിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ പാലക്കാട് അദ്ദേഹം എത്രയോ തവണ കൗൺസിലറായിട്ട് മത്സരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കൗൺസിലർ തെരഞ്ഞെടുപ്പുകളിൽ അല്ലെങ്കിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ നയിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ മുഖം അവർക്ക് അത്രമേൽ പരിചിതമാണ്. പിന്നെ മലമ്പുഴ മത്സരിക്കുന്നു, കഴിഞ്ഞ തവണ ഇപ്പൊ പാർലമെന്റിലേക്ക് മത്സരിക്കുന്നു, അങ്ങനെ ഒരുപാട് തവണ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നു. അതുപോലെ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിക്കുന്നു. ഇപ്പൊ അവര് എന്താ പറയാ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അപ്പൊ അങ്ങനെ ഒരു കുടുംബത്തിന് ഒരുപാട് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു എന്നൊരു വികാരം പാർട്ടി പ്രവർത്തകർക്കുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വികാരം പാർട്ടി പ്രവർത്തകരുടെ ഉള്ളിൽ ഉണ്ട് എന്നത് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുകയല്ലേ. സുരേന്ദ്രൻ എന്തെല്ലാം പറഞ്ഞാലും ശരി,
പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും പാർട്ടിക്ക് കഴിഞ്ഞ 2021 കിട്ടിയ അല്ലെങ്കിൽ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകൾ പോലും സമാഹരിക്കാൻ കഴിഞ്ഞില്ല. കൽപ്പാത്തി അടക്കമുള്ള മേഖലയിൽ എന്തിന് മൂത്താന്തറ പോലെയുള്ള ശക്തി ദുർഗങ്ങളിൽ പോലും പാർട്ടിക്ക് മുൻകാലങ്ങളിൽ കിട്ടിയ അത്രയും വോട്ടുകൾ കിട്ടിയില്ല എന്ന് പറയുന്നത് 6000-ലധികം 7000-ലധികം വോട്ടുകൾ ഈ ശ്രീധരൻ ലീഡ് ചെയ്തത് ഒരു പക്ഷേ ഒരു എക്സെപ്ഷണൽ കേസ് ആയിരിക്കാം. അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് കൂടി കിട്ടിയ ഒരു അംഗീകാരമായിട്ടായിരിക്കാം ഒരു 10,000 വോട്ടുകൾ അദ്ദേഹത്തിന് വീണത്. എങ്കിൽ പോലും ഇക്കുറി 4590 വോട്ടിന് പാലക്കാട് നഗരസഭയ്ക്കകത്ത് BJP പിന്നോട്ട് പോകുന്നെങ്കിൽ സുരേന്ദ്രന്റെ വാദമുഖങ്ങൾ BJP അണികൾക്കും BJPയുടെ വോട്ടർമാർക്കും BJP പാർട്ടി പ്രവർത്തകർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല. ആ സ്ഥാനാർത്ഥി അതാണിപ്പോ സംസ്ഥാന പ്രസിഡന്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് വാർത്താ സമ്മേളനം നടത്തി സംഘടനാപരമായി ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെടുത്ത തീരുമാനങ്ങളെല്ലാം ഉചിതമാണ്, സംഘടനാപരമാണ് എന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും പാലക്കാട്ടെ BJP പ്രവർത്തകർക്ക് ദഹിക്കാതെ നിൽക്കുന്നത് ഏത് തരത്തിലാണ് എന്നുകൂടിയാണ് ഇപ്പോൾ പൊടിപ്പാറ പറഞ്ഞു വെച്ചത്. ഞാൻ അഡ്വക്കേറ്റ് ലാൽകുമാറിലേക്ക്. ലാൽ, ഇന്നിപ്പോൾ ഈ വാർത്താ സമ്മേളനം നമ്മളിപ്പോൾ കണ്ട 1 മിനിറ്റ് ബൈറ്റിൽ കെ സുരേന്ദ്രൻ പറഞ്ഞതിലെ ഒരു സുപ്രധാന ഭാഗമുണ്ട്. അതായത് 2 പേർക്ക് താല്പര്യമേ ഇല്ല, പക്ഷേ സംഘടനാ രീതി വെച്ചിട്ട് 3 പേരുടെയും പേരുകൾ കൊടുക്കുന്നു, ഒപ്പം നോട്ട് തയ്യാറാക്കി പ്രസിഡന്റ് എന്ന നിലയിൽ വെക്കുന്നു. ആ നോട്ടിൽ പറയുന്നത് ഈ 2 പേർക്ക് താല്പര്യമില്ല. കൃഷ്ണകുമാറിൻ്റെ താല്പര്യമില്ല എന്നുള്ളത് വാർത്താ സമ്മേളനത്തിൽ കൃഷ്ണകുമാറിൻ്റെ താല്പര്യമില്ലായ്മയെക്കുറിച്ച് സുരേന്ദ്രൻ പറയുന്നുണ്ട്. പക്ഷേ ആ നോട്ടിൽ അത് മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ആ പറയാത്തതിൽ നിന്ന് തന്നെ അതിലില്ല എന്ന് വ്യക്തം. 2 പേരുടെ കാര്യം മെൻഷൻ ചെയ്തിരുന്നു എന്ന് പ്രത്യേകം എടുത്ത് പറയുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ മറ്റൊരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. അതായത് ഒടുവിൽ ഗത്യന്തരമില്ലാതെയാണ് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയത്. എന്തൊരു മാരകമായ വാക്യമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായത്. ഗത്യന്തരമില്ലാതെ പാലക്കാട് പോലെ BJP പ്രവർത്തകർ പറയുന്ന തങ്ങളുടെ ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയസാധ്യത ഏറ്റവും അധികമുള്ള, അതേക്കുറിച്ചൊക്കെ പറയുമ്പോൾ ആവേശഭരിതമായിട്ടാണ് BJP പ്രവർത്തകർ നേതാക്കളൊക്കെ പറയാറുള്ളത്. അങ്ങനെ ഒരു പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുമ്പോൾ ഒടുവിൽ ഗത്യന്തരമില്ലാതെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കി എന്ന് പറയുന്ന എ ക്ലാസ് മണ്ഡലം എന്ന് BJP പറയുന്ന പാലക്കാട്ടെ സംബന്ധിച്ച് കെ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുമ്പോൾ എന്താണതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ലാൽ, എന്താണ് മനസ്സിലാക്കിയത്? ഗത്യന്തരമില്ലാതെ. ഞാൻ കെ സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനത്തിൻ്റെ ആ ഒരു ഓഡിയോ ക്ലിപ്പ് ഇവിടെ കാണിച്ചല്ലോ. അതിനകത്തുനിന്ന് ആകപ്പാടെ നോട്ട് ചെയ്ത ഒരു പോയിന്റ് ഈ ഗത്യന്തരമില്ലാത്തുള്ള വാക്കാണ് ഞാൻ നോട്ട് ചെയ്തത്. നോക്കൂ, എ ക്ലാസ് മണ്ഡലം എന്ന് അവർ തന്നെ പറയുന്ന മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ഇല്ല, അല്ലെങ്കിൽ ഒരു ആപ്റ്റ് കാൻഡിഡേറ്റ് ഇല്ല എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അത് BJPയുടെ ഒരു ആഭ്യന്തര കാര്യം മാത്രമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. BJPയുടെ ഒരു ആഭ്യന്തര കാര്യം മാത്രമൊന്നുമല്ല. കാരണം ഞാനതിനെ കണക്കാക്കുന്നത്, ഈ പറയുന്ന 3 ആൾക്കാരുടെ പേര് കൊടുത്തിരിക്കുന്നു. ഈ 3 ആൾക്കാരുടെ പേരിനകത്ത് 2 പേർക്ക് അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. മൂന്നാമത്തെ ആൾക്കാരെ കുറിച്ചുള്ള, അല്ലെ മൂന്നാമത്തെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ചുള്ള അഭിപ്രായം, അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥിയാകണ്ട എന്ന അഭിപ്രായം ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്നും ഇപ്പം ശിവരാജനെ പോലുള്ള ആൾക്കാർ പറഞ്ഞല്ലോ. അവർ പറഞ്ഞ ആ ഒബ്ജക്ഷൻ നോട്ട് ചെയ്തിട്ടുണ്ടോ? നമ്മൾ ന്യായമായി ചോദിക്കാൻ പറ്റുന്നൊരു കാര്യമാണല്ലോ അല്ലേ? എന്നുവെച്ചാൽ 2 സ്ഥാനാർത്ഥികൾ തന്നെ പറയുന്നു അവർക്ക് മത്സരിക്കണ്ട എന്ന് പറയുന്നത് അത് അവരുടെ ചോയ്സാണ്. ദാറ്റ് ഈസ് ദെയർ വോളണ്ടറി ചോയ്സ്. നമ്മൾക്ക് അതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ ലാല്, അങ്ങനെയാണെങ്കിൽ ആ ചുമതലപ്പെടുത്തിയ കുമ്മനം രാജശേഖരൻ അത് പറയേണ്ടതായി വരില്ലേ? പാലക്കാട്ടെ BJP പ്രവർത്തകരുടെ ഒരു പൊതുവികാരത്തെ മാനിക്കാത്ത വിധം ഒരു ലിസ്റ്റ് തയ്യാറാക്കപ്പെട്ടു എന്ന പ്രശ്നം അതിന് ചുമതലപ്പെടുത്തിയ ആളെന്നുള്ള നിലയിൽ കുമ്മനം വിശദീകരിക്കേണ്ടതായി വരില്ലേ? അതെ, തീർച്ചയായിട്ടും. നോക്കൂ, അതാണല്ലോ അവിടുത്തെ പ്രശ്നം. ഞാൻ സംസാരിച്ച് വരുന്നതിനകത്ത് ചിലപ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ വരാം. ഞാൻ പറയുന്നത് ഒരിക്കലും സുരേന്ദ്രൻ ഒരു ഗ്രൂപ്പും അപ്പുറത്ത് ശോഭാ സുരേന്ദ്രൻ മറ്റൊരു ഗ്രൂപ്പും എന്നുള്ളൊരു ആശയമല്ല ഞാൻ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ പങ്കുവെക്കാൻ ശ്രമിക്കുന്നത് ഇതിനകത്ത് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സ് ഉണ്ട് എന്നുള്ളതാണ്. ഇത് ഞാൻ വളരെ നേരത്തെ തന്നെ ഇത് അവതരിപ്പിച്ചിട്ടുള്ളതുമാണ് ഈ തിയറി. നോക്കൂ, ശ്രീധരൻ പിള്ള സാർ ഉണ്ടായിരുന്നപ്പോൾ നോക്കൂ, കൃഷ്ണദാസ് പക്ഷമുണ്ട്, ശ്രീധരൻ പിള്ള സാറിൻ്റെ കൂട്ടത്തിൽ ആളുണ്ട്, സുരേന്ദ്രൻ്റെ കൂട്ടത്തിൽ അല്ലെങ്കിൽ വി മുരളീധരൻ്റെ കൂട്ടത്തിൽ ആളുണ്ട്. ഇന്നലത്തെ
അല്ലെങ്കിൽ ഇന്നലെയും ഇന്നുമായി പറഞ്ഞിരിക്കുന്ന വി മുരളീധരൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം കെ സുരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വി മുരളീധരൻ്റെ റൈറ്റ് ഹാൻഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് യഥാർത്ഥത്തിൽ കെ സുരേന്ദ്രൻ അനുകൂലമായിട്ടാണോ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ അല്ല എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ട് വരും. ഇപ്പം ഇനി അവർ തമ്മിൽ എന്തേലും അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമായി പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അല്ലാതെ നിഷ്പക്ഷമായി ആ വാക്കുകളെ നിരീക്ഷിച്ചാൽ അദ്ദേഹം പാലക്കാടുമായി ബന്ധപ്പെട്ട ഒരു കാരണവശാലും ഒരു മറുപടി പോലും പറയാൻ തയ്യാറല്ല, അത് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം ടോട്ടൽ ബേർഡൻ അപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പുകൾ പലതുണ്ട് ഇതിനകത്ത് രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു തർക്കമായി മാത്രം ഇതിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള കാര്യം ആദ്യം സൂചിപ്പിക്കട്ടെ. ഒന്നത്. രണ്ട്, ഈ പറയുന്ന പാലക്കാട് മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇപ്പം പാലക്കാട് മണ്ഡലത്തിൽ ശരത്തേട്ടൻ അത്രയും ട്രാവൽ ചെയ്ത ആളാണല്ലോ. പാലക്കാട് മണ്ഡലത്തിൽ ആദ്യഘട്ടം തൊട്ട് തന്നെ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പ്രശ്നം ഈ ശിവരാജൻ എന്ന് പറയുന്ന അവിടുത്തെ കൗൺസിലർ അദ്ദേഹം അവതരിപ്പിച്ചുകൊണ്ടിരുന്ന പേര് ശോഭാ സുരേന്ദ്രൻ്റെയാണ്. ശോഭാ സുരേന്ദ്രൻ്റെ പേര് എല്ലായ്പ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ വ്യക്തിപരമായി കാണുന്നത്, ഇതെൻ്റെ ഒരു അഭിപ്രായമാണെന്ന് കൂട്ടിയാൽ മതി, ശോഭാ സുരേന്ദ്രൻ്റെ അഭിപ്രായം ചോദിക്കാതെ BJPയുടെ അത്രയും ഒരു നോട്ടഡ് ഫേസ് ആയിട്ടുള്ള ശിവരാജൻ എന്ന് പറയുന്ന ആൾ വീണ്ടും ഇങ്ങനെ പറയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ അവസാനം ഒരു പോയിന്റിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു BJPക്ക്. അപ്പം ശോഭാ സുരേന്ദ്രൻ്റെ പേര് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ റേസ് ചെയ്യുന്നതിനകത്ത് ശോഭാ സുരേന്ദ്രൻ്റെ പെർമിഷൻ ഇല്ലാതെ നടക്കുമോ എന്നൊരു സംശയം ഒരാൾ ഉന്നയിച്ചാൽ ആ സംശയം തെറ്റാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പം അവിടെ തന്നെ പ്രശ്നമുണ്ട്. അപ്പം ശോഭാ സുരേന്ദ്രനോട് ചോദിച്ചപ്പോൾ ശോഭാ സുരേന്ദ്രൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നൊരു വാദമാണ് ഇവിടെ പറഞ്ഞത്. നോക്കൂ, എനിക്കറിയില്ല ഈ 3 പേരിൽ മറ്റ് 2 പേരും ശോഭാ സുരേന്ദ്രൻ്റെ പേരും ഈ പറയുന്ന സുരേന്ദ്രൻ്റെ തന്നെ പേരുമാണോ എന്ന് എനിക്കറിയില്ല. അത് ഫോർ ദ ടൈം ബീങ് ഇഫ് ഐ അസ്യൂം ദാറ്റ് ഇറ്റ് ഈസ് റൈറ്റ് എന്നുള്ള രീതിയിലാണ് ഞാനത് പറഞ്ഞത്. നോക്കൂ, ഇതിനകത്ത് മൊത്തം കുഴഞ്ഞു കിടക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിൻ്റെ വേറൊരു രാഷ്ട്രീയം പറയാം. നോക്കൂ, കേരളത്തിലെ BJP പ്രവർത്തകരും BJPയും ഈവൻ നമ്മൾ പോലും ശക്തമായി BJP മത്സരിക്കുന്നു എന്ന് പറയുന്ന മണ്ഡലങ്ങളിലൊന്നാണ് പാലക്കാട്. നോക്കൂ, CPIM 3-ാം സ്ഥാനത്ത് പോയി BJP 2-ാം സ്ഥാനത്ത് വരുന്ന സ്ഥലങ്ങളിലൊന്നാണ്. അപ്പോൾ അവിടെ ആ പാർട്ടിക്ക് ശക്തിയില്ല എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റില്ല. അവിടെ പോലും ഗത്യന്തരമില്ലാതെ അവിടുത്തെ ഏറ്റവും വലിയൊരു നേതാവ് മത്സരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവർ തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടെന്നും ആ ഫൈറ്റിൻ്റെ ഫലമായി വോട്ടുകൾ ചോരുമെന്നും അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു ലാർജർ നറേറ്റീവാണ്. ഈ കൂട്ടത്തിൽ ആർക്കും താല്പര്യമില്ലാത്തത് വരുന്നതിന് കാര്യം എന്താ? മിക്കവാറും ആർക്കും താല്പര്യം കാണില്ല ശരത്തേട്ടാ. കാരണം ഞാൻ നിന്നാൽ അപ്പുറത്തുള്ളവരും അപ്പുറത്ത് നിന്നുള്ളവർ നിന്നാൽ എൻ്റെ പക്ഷവും കാലുവാരും എന്ന് വ്യക്തമായി ധാരണ ഉണ്ടെങ്കിൽ നിൽക്കാൻ താല്പര്യപ്പെടില്ല. അവിടെയാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ബെനിഫിറ്റ് ചെയ്തെടുത്തത്. നോക്കൂ, കോൺഗ്രസ് അവിടെ ചെയ്തത് എന്താണ്? കോൺഗ്രസ്, പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന 3 കക്ഷികളും ചേർന്ന് വളരെ ശക്തമായി ഓരോ വീടുകളിലും ചെന്ന് BJP ജയിക്കാൻ പോകുന്നു, അതിന് CPMന് വോട്ട് ചെയ്യരുത്, CPM 3-ാം സ്ഥാനത്ത് നിന്നതാണ്, ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ല, അതിന് ഞങ്ങൾക്ക് വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ് അവർ പ്രചരണം നടത്തി. യഥാർത്ഥത്തിൽ ആ ജില്ലയിൽ നടന്നത് അല്ലെങ്കിൽ ആ മണ്ഡലത്തിൽ നടന്നത് ഒരു ഭീതി കോരി ഒഴിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. നോക്കൂ, ഒരാളോട് ഒരു വോട്ടറെ കണ്ടിട്ട് BJP ജയിക്കാൻ പോവാണ്, നമ്മൾ അപകടത്തിലാകും എന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, അങ്ങനെ ഒരു രാഷ്ട്രീയം പറയുന്നതിൻ്റെ അപകടം ദൂരവ്യാപകമായി ഈ സംസ്ഥാനത്തിനുണ്ട് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. ഇപ്പം ഷാബാനു ബീഗം കേസിനകത്ത്, ഷാബാനു ബീഗം കേസ് കഴിഞ്ഞിട്ട് രാജ്യത്ത് നടന്ന സമരത്തിന് ഇസ്ലാം ഈസ് ഇൻ ഡേഞ്ചർ എന്ന് പറഞ്ഞ സ്ലോഗനോടുകൂടിയാണ് ഈ നാട്ടിൽ സമരം നടന്നത്. ആ സമരം യഥാർത്ഥത്തിൽ ഇപ്പം സംഘപരിവാറിൻ്റെ കയ്യിലേക്ക് മൊത്തം ഇന്ത്യൻ രാഷ്ട്രീയം പോവുകയും ചെയ്തു. കോൺഗ്രസ് കളിക്കുന്ന ആ കളിച്ച കളി, ഈ പറയുന്ന ന്യൂനപക്ഷത്തെ വെച്ചുകൊണ്ട് കളിക്കാത്ത അപകടം, ദൂരവ്യാപകമായ അപകടം, ഇത് ആൾക്കാരെ മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറഞ്ഞ് പോളറൈസ് ചെയ്യുകയും ആ പോളറൈസ് ചെയ്തതിൻ്റെ ഇപ്പം ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരിക്കാം, പക്ഷെ ലോങ് ടേം ബെനിഫിഷ്യറി ആരാണെന്നുള്ളൊരു ചോദ്യമുണ്ട്. അതാണ് നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിക്കേണ്ട കാര്യം. ഈ പറയുന്ന BJPക്കാരൻ അവിടെ വരികയും കോൺഗ്രസ് ആ ആയുധം വലിയ രീതിയിൽ ഉപയോഗിക്കുകയും SDPI നോക്കൂ, കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ച ശേഷം കോൺഗ്രസിന്റെ പ്രകടനമോ ലീഗിന്റെ പ്രകടനമോ അല്ല കേരളത്തിൽ ആദ്യം നടക്കുന്നത്, SDPIയുടെ പ്രകടനമാണ് നടക്കുന്നത്. അത് കാണുമ്പം ഒരു
നമുക്ക് എന്താണ് ഒരു പൊളിറ്റിക്കൽ അനാലിസിസ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അനലിസ്റ്റ് എന്ന് നമ്മളെ തന്നെ വിളിക്കുകയാണെങ്കിൽ പൊളിറ്റിക്കൽ അനാലിസിസ് ആണല്ലോ നമ്മൾ നടത്തുന്നത് പക്ഷം ഉണ്ടെങ്കിലും എന്താണ് എങ്ങോട്ടേക്കാണ് ഈ രാഷ്ട്രീയം പോകുന്നത്? കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ ചോദിച്ചത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി ജയിച്ചതിന് ആഘോഷവുമായി മറ്റൊരു പാർട്ടിയുടെ ആൾക്കാർ കൊടിയും പിടിച്ചുകൊണ്ട് അത് അവരുടെ വിജയമാണെന്ന് പറഞ്ഞ് ആഘോഷിച്ചില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് ഈ പറയുന്ന വർഗീയമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും അതിനകത്ത് തന്നെ BJP ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കാരണം BJP-ക്കാർക്ക് തന്നെ അവിടെ മത്സരിക്കാൻ താല്പര്യമില്ലാതെ വരികയും ആ അന്തരീക്ഷത്തെ കൃത്യമായി കോൺഗ്രസ് ദുർവിനിയോഗം ചെയ്ത് ആൾക്കാരുടെ മനസ്സിൽ ഭീതി വരുത്തുകയും ചെയ്തു എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അപ്പോൾ പാലക്കാട് എന്ന് പറഞ്ഞാൽ പാലക്കാട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന വിഷയമല്ല. യഥാർത്ഥത്തിൽ സെക്യുലർ ജനാധിപത്യ രീതിയിൽ വോട്ട് പിടിച്ചോ എന്നുള്ള ചോദ്യത്തിൽ ഇല്ല. പക്ഷേ ഈ പറയുന്ന BJP അഴിച്ചുവിട്ട BJP ജയിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴും അവർ അവിടെ കാലുവാരാൻ നിൽക്കുന്ന രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്ന് യഥാർത്ഥത്തിൽ മൊത്തത്തിൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കി വെച്ചതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, ഇവിടെ ആ പറഞ്ഞ കൂട്ടത്തിൽ ഇന്ന് നഗരസഭാ അധ്യക്ഷ വളരെ സമർത്ഥമായി ഒരു കാര്യം കൂടി പറഞ്ഞു വെച്ചു. ഇപ്പോൾ BJP അസംതൃപ്ത വോട്ടുകൾ കോൺഗ്രസിലേക്ക് കാര്യമായി നഗരമേഖലയിൽ പോയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യം നിൽക്കുമ്പോൾ തന്നെ നോട്ടയ്ക്കും 1500 വോട്ട് ലഭിച്ചല്ലോ, അതും ഈ എതിർപ്പ് ആയിരിക്കില്ലേ, ആ എതിർപ്പുള്ള വോട്ടുകളായിരിക്കില്ലേ എന്ന നിലയിലേക്കുള്ളൊരു ചിന്തയ്ക്ക് കൂടി വഴിമരുന്നിട്ടിട്ടുണ്ട് BJP-യിലെ പ്രശ്നങ്ങൾ കൊണ്ട്. അങ്ങനെയും ഒരു ആലോചന നടത്തിക്കൂടെ എന്നൊരു റൂട്ട് തിരിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ശ്രീ നസീർ, നേരത്തെ ലാലു പറഞ്ഞതുപോലെ ഇപ്പോൾ BJP-ക്കകത്ത് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ പാലക്കാട്ടെ ഒരു പ്രശ്നം മാത്രമല്ലാത്ത വിധം സംസ്ഥാനത്തെ BJP-ക്കകത്തെ വ്യത്യസ്തങ്ങളായുള്ള ഗ്രൂപ്പുകൾ, താല്പര്യങ്ങൾ, അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ, അതുകൊണ്ട് തന്നെ മത്സരിക്കാൻ ഏറ്റവും അവർക്ക് നന്നായി മത്സരിക്കാം എന്ന നിലയിൽ ഒരു വിജയത്തിലേക്കോ വിജയത്തിനടുത്തോ എത്താമെന്ന് കരുതുന്നൊരു മണ്ഡലത്തിൽ പോലും ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് മുഖവിലേക്ക് എടുത്താൽ, അത് പരസ്യമായി പറഞ്ഞാണല്ലോ, മത്സരിക്കാൻ താല്പര്യമില്ല 2 പേർക്ക്, മൂന്നാമത്തെ ആൾക്കും താല്പര്യമില്ല, പക്ഷേ നിർബന്ധിച്ച് മത്സരിപ്പിച്ചു എന്ന് പറയുമ്പോൾ, ഗത്യന്തരമില്ലാതെ കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചു എന്ന് പറയണമെങ്കിൽ ഇതിനകത്തെ കിടമത്സരം അത്ര വലുതാണ്, കാലുവാരലുണ്ടാകും എന്നുള്ള ബോധ്യം നേതൃത്വത്തിനടക്കം ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? നസീറിൻ്റെ ഒരു അറിവും ബോധ്യവും എങ്ങനെയാണ്? അല്ല, സുരേന്ദ്രൻ പറഞ്ഞതിനോട് എനിക്ക് കൃത്യമായ വിയോജിപ്പാണുള്ളത്. കാരണം 3 സ്ഥാനാർത്ഥികളെ കണ്ടെത്തി അതിൽ 2 പേര് മത്സരിക്കുന്നില്ല, ഒരാൾ മത്സരിക്കാൻ താല്പര്യമില്ല, അയാളെ കൊണ്ട് മത്സരിപ്പിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് ഇവിടെ ഇപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ ഇവിടെ പറഞ്ഞു, ഞങ്ങളെല്ലാവരും നേരത്തെ സംഘടനയിൽ ഞങ്ങളുടെ വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്, സ്ഥിരമായി കാണുന്ന മുഖം നമുക്കിനി വേണ്ട എന്ന് അറിയിച്ചിരിക്കുകയും ഈ 3 പേര് വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്താൽ ഒരു പാർട്ടി അധ്യക്ഷൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ആ 3 പേരെയും മാറ്റി മറ്റ് നല്ലൊരു കാൻഡിഡേറ്റ് അവിടെ കണ്ടെത്തണം. പക്ഷേ BJP-യിൽ അങ്ങനെയില്ല. കാരണം വേറെ കാൻഡിഡേറ്റിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ സുരേന്ദ്രൻ്റെ ഗ്രൂപ്പിന് പുറത്തായിട്ടുള്ള ഒരാളെ കണ്ടെത്തണം. അവിടെ കണ്ടെത്തുമ്പോൾ വിജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അയാളെങ്ങാനും വിജയിച്ചു പോയാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇത് BJP-യിൽ പൊതുവേ ഉള്ളൊരു ധാരണ, ഒരാളെ നന്നാവുന്നത് കാണാൻ ഇഷ്ടമില്ലാത്ത ഒരു നേതൃത്വ നിരയാണ് BJP-യിലുള്ളത്. BJP-യിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. പ്രവർത്തകരിൽ ഏറ്റവും വേദനിക്കുന്ന പ്രശ്നം അത് തന്നെയാണ്. ഒരാളെ വിജയിക്കാനോ ഒരാളെ നന്നാവാനോ മറ്റൊരാൾ അനുവദിക്കില്ല. ഇവിടുത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയം ഒന്ന് ആലോചിച്ച് നോക്കും. 19% വോട്ടെന്ന് BJP-ക്ക് കേരളത്തിലുണ്ട്. ഒരു MLA-യെ സ്ഥിരമായി വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു ഇടം പോലും കേരളത്തിലില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഇത്രയും സംസ്ഥാനങ്ങളിൽ 20-19% വോട്ടുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു MLA-യോ ഒരു MP-യോ ഇല്ലാത്ത ഒരൊറ്റ പാർട്ടി ഇന്ത്യയിൽ ഉണ്ടാവില്ല. കേരളത്തിലെ BJP മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഈ ഘട്ടത്തിൽ പോലും ഇത് എന്താ എന്ന് പരിശോധിക്കാൻ BJP-യുടെ നേതൃത്വം തയ്യാറാവുന്നില്ല. കാരണം ഇവിടെ കുമ്മനം അവിടെ വന്നതുകൊണ്ടോ വേറൊരാൾ വന്നതുകൊണ്ടോ ഇവിടുത്തെ വിഷയം തീരുന്നില്ല. കാരണം ഇതെല്ലാം സംഘടന, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രവർത്തകരുടെ വികാരവും മനസ്സും തിരിച്ചറിഞ്ഞ് പ്രവർത്തകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിയെ നയിച്ചാൽ മാത്രമേ അവിടെ വിജയിക്കാൻ കഴിയൂ. പ്രവർത്തകർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ കൊണ്ടു നിർത്തി പുറത്തുനിന്ന് ആൾ വന്ന് അവിടെ പ്രവർത്തിക്കുന്നു. അവിടുത്തെ പ്രവർത്തകർ പ്രവർത്തിക്കുന്നില്ല. അവർ വല്ലപ്പോഴും വെറുതെ ഇവരെ കാണിക്കാൻ വേണ്ടി ഒരു കാട്ടിക്കൂട്ടിൽ നിന്നല്ലാതെ പുറത്തു നിന്നുള്ള മുഴുവൻ പ്രവർത്തകരുമാണ് പാലക്കാട് പ്രവർത്തിക്കാൻ വന്നത്.
അവിടുത്തെ അല്ല, അത് സജീവമായി പ്രവർത്തിക്കുന്ന അത് കൗൺസിലർമാരൊക്കെ പേരിന് നസീർ പ്രവർത്തിച്ചു അത്തരമൊരു സാഹചര്യത്തിൽ അങ്ങനെയും ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിലേക്ക് എത്തും എന്നൊരു നല്ല ധാരണ, വലിയ പ്രതീക്ഷ കോൺഗ്രസിനുണ്ടായിരുന്നു. പല നേതാക്കളും അത് പറയുന്നുണ്ടായിരുന്നു. അത് ശരിവെക്കുന്നതല്ലേ വന്നിട്ടുള്ള റിസൾട്ടിലെ കണക്കുകൾ നോക്കിയാൽ? മറുഭാഗത്ത് സന്ദീപ് വാര്യർ പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലും ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഗത്യന്തരമില്ലാതെ കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നു. എന്നാൽ ഒരു സ്ഥാനാർത്ഥിത്വം സന്ദീപ് വാര്യർ ആഗ്രഹിച്ചിരുന്നു, പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു വാർത്താ പശ്ചാത്തലവും നമ്മുടെ മുമ്പിൽ ആ കാലത്തുണ്ടായിരുന്നു. അതിൽ വസ്തുത നസീർ കാണുന്നുണ്ടോ? അല്ല, ഇതൊരു പരാജയത്തിന്റെ പല പല കാരണങ്ങളാണ്. അതിൽ പല കാരണങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നതിൽ പ്രവർത്തകരുടെ വികാരം മാനിച്ചില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞു. രണ്ടാമത്തെ കാരണത്തിൽ ദേശീയ തലത്തിൽ ഇവിടെ ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇവിടെ വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് മുസ്ലിം കൺസോളിഡേഷൻ വന്നു എന്ന് BJP ചിന്തിച്ചിട്ടുണ്ടോ? വാജ്പേയിയുടെ കാലത്ത് വാജ്പേയിയുടെ പൊളിറ്റിക്കലായിട്ടൊരു ധാരണ ഉണ്ടാക്കുമ്പോൾ ആദ്യം ചിന്തിക്കുന്നത് മുസ്ലിം വോട്ടുകൾ BJPക്ക് കിട്ടിയില്ലെങ്കിലും നിലവിലുള്ള മുസ്ലിം വോട്ടുകൾ ഏതെല്ലാം മാർഗത്തിൽ ഏതെല്ലാം പാർട്ടികളിലേക്കാണ് പോകുന്നത് അതേ രീതിയിൽ തന്നെ പോകാവുന്ന രീതിയിൽ മുസ്ലിങ്ങളെ ഭയപ്പെടുത്താത്ത ഒരു രാഷ്ട്രീയ അന്തരീക്ഷമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷെ ഇന്നതല്ല. ഇന്ന് രാഷ്ട്രീയ അന്തരീക്ഷം മാറുന്നു. മുസ്ലിങ്ങൾ BJP വിജയിച്ചാൽ എന്തോ ഭയാനകമായ സംഭവം വരാൻ പോകുന്നു എന്നൊരു ഭീതി ഭരണകൂടം ഇവിടെ അടിച്ചേൽപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും മുസ്ലിങ്ങളുടെ ഒരു കൺസോളിഡേഷൻ വരും. BJP ജയിക്കാതിരിക്കാൻ എന്ത് ചെയ്യുന്നു? അങ്ങനെയാണ് SDP പോലുള്ള മറ്റ് ഭീകര സംഘടനകളൊക്കെ ഇത്തരം കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. ഇത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ജനാധിപത്യം അതേതരത്ത രീതികൾക്ക് വിരുദ്ധമാണ്. ഇത് മാറണമെങ്കിൽ നമ്മളൊരു ജനാധിപത്യ രീതിയിൽ തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഭയപ്പാട് വരുമ്പോൾ ഈ ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇത്തരം കൺസോളിഡേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ക്ഷീണം BJPക്കാണ്. ഇപ്പൊ ദേശീയ തലത്തിൽ നോക്കിയാൽ കാരണം വരെ 137ഓളം പാർലമെന്റ് മണ്ഡലങ്ങളിൽ നിർണായക ശക്തിയാണ് മുസ്ലിം മൈനോറിറ്റി. പക്ഷേ അവിടെ ഒരു കൺസോളിഡേഷൻ വന്നാലത്തെ സ്ഥിതി എന്താണ്? അപ്പോൾ കൺസോളിഡേഷൻ വരുമ്പോൾ നിലവിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നവരുണ്ടാവും, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാവും, മറ്റ് സമാജ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാവും, NCPക്ക് വോട്ട് ചെയ്യുന്നവരുണ്ടാവും. അങ്ങനെ വോട്ട് ചെയ്യുന്നവരുടെ വോട്ട് അതുപോലെ തന്നെ സ്പ്ലിറ്റ് ചെയ്ത് പോകണം. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഏത് പാർട്ടിക്കാണോ അവന്റെ ശക്തി അനുസരിച്ച് വിജയിക്കാൻ പറ്റുക. പക്ഷേ നസീർ ഇപ്പോൾ പറഞ്ഞ ഈ കൺസോളിഡേഷൻ അതൊരു തന്ത്രമാണ്. നേരത്തെ ലാലു പറഞ്ഞതുപോലെ BJP ജയിക്കും എന്ന ഒരു പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോവുക, ആ പ്രചാരണത്തിനനുസരിച്ച് ഒരു കൺസോളിഡേഷൻ കൊണ്ടുവരിക, വിന്നബിലിറ്റി വിജയസാധ്യത എന്ന ഒരു പ്രശ്നം അവതരിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ആ പ്രൊപ്പഗൻഡയ്ക്ക് അനുകൂലമാക്കി ഈ പറഞ്ഞ ആളുകളെ ഒപ്പം നിർത്തുക. 2021 UDF അവിടെ വിജയകരമായി നടപ്പാക്കിയതാണ്. കാരണം അന്ന് ശ്രീധരൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ കുറെ കൂടി ഒരു ആവശ്യകത എന്ന നിലയിൽ ഇത്തവണ ശക്തമായ ത്രികോണ മത്സരത്തിൽ ഇതേ പ്രചാരണം പുതിയ രൂപത്തിൽ അവതരിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും ഈ BJP എന്ന് പറയുന്ന ഒരു കക്ഷിയെക്കുറിച്ച്, നഗരസഭയിലെ സ്വാധീനത്തെക്കുറിച്ച് ഒക്കെ ആളുകളുടെ ഇടയിൽ ഒരു ഇംപ്രഷൻ അല്ലെങ്കിൽ ഒരു സാധ്യത പ്രശ്നം അത് വെച്ചിട്ടാണ് മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ നോക്കൂ, ആ പാർട്ടി തന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആഭ്യന്തര കലഹത്തിലൂടെ തങ്ങൾ ഇത്രയേ ഉള്ളൂ എന്ന് തെളിയിക്കുകയാണ്. ഇന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. പാലക്കാട് നഗരസഭയിലെ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ പോലും BJPക്ക് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച് കയറി ജയിച്ചു വരാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേട്ടം അതാണ്. ആ നിലയിലുള്ള ഒരു മണ്ഡലമല്ല. ഇന്നിപ്പോൾ പ്രസിഡന്റ് തന്നെ പറഞ്ഞു ഗത്യന്തരമില്ലാതെ. ശ്രീ പൊടിപ്പാറ, ആ വാചകത്തിൽ ആ പറഞ്ഞ വാർത്താ സമ്മേളനത്തിലെ ആ ഭാഗം അത് താങ്കൾ ശ്രദ്ധിച്ചിരുന്നോ? ഗത്യന്തരമില്ലാതെയാണ് കൃഷ്ണകുമാറിനെ മത്സരിപ്പിച്ചത്. 2 വി മുരളീധരൻ ഇന്നലെ ഇതേക്കുറിച്ച് ചോദിക്കുമ്പോൾ അത് സംസ്ഥാന പ്രസിഡന്റ് പറയട്ടെ എന്ന് പറയുന്നു. സംസ്ഥാന പ്രസിഡന്റിനോട് ഇന്ന് ചോദിക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് പദവി ഒഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ അത് പണ്ട് ഉപതെരഞ്ഞെടുപ്പ് അരുവിക്കരയടക്കം ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വി മുരളീധരനായിരുന്നല്ലോ, തോറ്റപ്പോൾ രാജിവെച്ചിട്ടില്ല, അരുവിക്കര, പിറവം അങ്ങനെ ഓരോന്നും ഓർമ്മിപ്പിക്കുന്നു. ശ്രീധരൻപിള്ള അങ്ങനെ രാജിവെച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് കെ സുരേന്ദ്രൻ സംസാരിക്കുന്ന സാഹചര്യം. ഗത്യന്തരമില്ലാതെ സ്ഥാനാർത്ഥിയെ പാലക്കാട്ട് പോലൊരു മണ്ഡലത്തിൽ BJP നിർണയിച്ചു എന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുന്ന അതിൻ്റെ ഒരു ഗൗരവം താങ്കൾ എത്രമാത്രമാണ് ശ്രദ്ധിച്ചത്? BJP ഇപ്പോൾ അതുപോലെ തന്നെ കുമ്മനത്തെ മുൻനിർത്തിയാണ് ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ വളരെ കാര്യമായി വളരെ സമർത്ഥമായി കരുനീക്കം നടത്തിയത്, വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. യഥാർത്ഥത്തിൽ അവിടുത്തെ പാർട്ടി പ്രവർത്തകരുടെ പൊതുവികാരത്തെ അഡ്രസ്സ് ചെയ്യുന്നതിൽ കുമ്മനം പരാജയപ്പെട്ടോ? കുമ്മനം അത് അവതരിപ്പിച്ചിരുന്നോ? അതിനെ മുമ്പ് നസീർ പറഞ്ഞതുപോലെ ഗൗരവമായി എടുക്കാതെ സംസ്ഥാന നേതൃത്വം, പ്രസിഡന്റ് അവരുടെ താല്പര്യത്തിനനുസരിച്ച് കേന്ദ്ര നേതൃത്വത്തിലേക്ക് എത്തിച്ചോ? യഥാർത്ഥത്തിൽ കുമ്മനവും കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതായി വരില്ലേ? അത് BJP പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ടാവുമോ?
ശരത്തെ, നേരത്തെ നസീറിന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. ഞാൻ പ്രഭാരിയായിരുന്ന സമയത്ത് ഞങ്ങൾ ചില സ്ഥാനാർത്ഥി പട്ടിക കൊടുക്കും. 3 പേരടങ്ങുന്ന ഫോർമാലിറ്റികളെല്ലാം പാലിച്ച് പ്രോട്ടോകോൾ എല്ലാം ഉൾക്കൊണ്ട് 3 പേരടങ്ങുന്ന ഒരു പട്ടിക സമർപ്പിക്കും. നോർമലി ആ പട്ടികയിൽ നിന്നാണല്ലോ ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കേണ്ടത്. കേന്ദ്ര നേതൃത്വം ആയാലും ശരി, സംസ്ഥാന നേതൃത്വം ആയാലും ആ പട്ടികയിൽ ആരെങ്കിലും ആയിരിക്കണമല്ലോ. പക്ഷെ അദ്ദേഹം തെളിച്ചു പറഞ്ഞ കാര്യം എന്താ? പലപ്പോഴും ആ പട്ടികയിൽ ആരും സ്ഥാനാർത്ഥിയായി വരാറില്ല, അല്ലെങ്കിൽ ആ പട്ടികയ്ക്ക് പുറത്തു നിന്നുള്ള പലരും സ്ഥാനാർത്ഥികളാകുന്ന അനുഭവം അദ്ദേഹത്തിനുണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതൊന്നും അല്ല. ഇപ്പൊ കുമ്മനത്തെ ചാരി സുരേന്ദ്രൻ ഈ പറഞ്ഞ പോലെ കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ന്യായീകരിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ വസ്തുത ഇതൊന്നുമല്ല. കൃഷ്ണകുമാറിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്നിൽ കെ സുരേന്ദ്രന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു, കൃത്യമായ ഉത്തരവാദിത്വം ഉണ്ട്. അതിനി സുരേന്ദ്രൻ ആരെ പിടിച്ച് അണയിട്ടാലും ശരി, ആരെ ചാരിയിട്ട് മാറാൻ ശ്രമിച്ചാലും ശരി, അതിലെ ഒന്നാമത്തെ ഉത്തരവാദി, ഒന്നാമത്തെ കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് സുരേന്ദ്രനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. നമ്മളെക്കാളൊക്കെ നന്നായിട്ട് ഇത് പാലക്കാട്ടെ പാർട്ടിയായിട്ട് അടുത്ത് ചേർന്ന് നിൽക്കുന്നവർക്ക് എല്ലാം മനസ്സിലാവും. കാരണം ആ ബന്ധം എത്ര സുദൃഢമാണെന്നും അത് എത്രത്തോളം എന്താ പറയാ ശങ്കർ സിമെന്റിന്റെ പരസ്യം പോലെയുള്ള കാര്യമാണെന്നും പാലക്കാട്ടെ പാർട്ടി പ്രവർത്തകർക്ക് നമ്മൾ ഈ ചാനലിൽ ഇരുന്ന് ചർച്ച ചെയ്യുന്ന ആരെക്കാളും നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ സാധനം ഉൾക്കൊള്ളാത്തത്. അവർക്കത് മനസ്സിലാവാത്തത്. ശിവരാജനൊക്കെ എത്ര കണ്ടതാണ്. അപ്പൊ ഈ പറച്ചിൽ മാത്രമാണ്. ആരെ പിടിച്ചാണ് ഇട്ടാലും അതിന്റെ പിന്നിൽ എന്താണ് ശ്രീ പൊടിപ്പാറ, ഞാൻ ഇടപെടുന്നുണ്ട്, വേറെ തോന്നരുത്. അതായത് ഇതിപ്പോൾ ശിവരാജൻ തുറന്നടിച്ച് രഘുനാഥിനോട് പറഞ്ഞു, രഘുനാഥിന് പാലക്കാട് മണ്ഡലത്തിൻ്റെ അതിർത്തി അറിയാമോ, ആരാണ് പ്രഭാരിയാണ്. ഇപ്പോൾ നസീർ പറഞ്ഞതുപോലെ ആ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലക്കാരനായിട്ടുള്ള, താങ്കളത് സൂചിപ്പിച്ചു നേരത്തെ. അപ്പോൾ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന സംസ്ഥാന പ്രസിഡന്റിൻ്റെ അടക്കം നിർദ്ദേശാനുസരണം അവിടെ ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവിനെക്കുറിച്ച്, പ്രഭാരിയെക്കുറിച്ച് ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള ശിവരാജൻ ഇന്ന് പറഞ്ഞ അത്ര മാരകമായിട്ടുള്ള ഒരു തരത്തിലും പരിഗണന കൊടുക്കാത്ത അടിയാണ് അടിച്ചത്. ശരത്തെ, അതിനൊരു കാരണമുണ്ട്. ശിവരാജൻ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ഏതാണ്ട് എന്താ പറയാ, ഇനിയൊരു ഊഴം ഉണ്ടാകുമോ മത്സരിക്കാൻ, ഇനി അദ്ദേഹത്തിന് ദേശീയ കൗൺസിലിലേക്ക് അംഗത്വം കിട്ടുമോ, ഇതൊന്നും അദ്ദേഹത്തെ ഒരുപാട് അലട്ടുന്നൊന്നുമില്ല. കാരണം ഫാഗ് എൻഡിലാണ് അദ്ദേഹം. രാഷ്ട്രീയ ജീവിതത്തിന് അദ്ദേഹത്തിന് പ്രായമായി, ഇനി ഒരു അംഗത്തിന് ബാല്യം ഉണ്ടോന്ന് അദ്ദേഹത്തിന് നിശ്ചയമില്ല. അതുകൊണ്ട് പുള്ളി എത്ര തവണ കൗൺസിൽ അംഗമായി, അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എത്തിപ്പെടാവുന്നതിന്റെ ഏറ്റവും വലിയ ഹൈറ്റുകളിലെത്തി. നെന്മാറ സീറ്റിൽ മത്സരിച്ച് അവിടെ ജയിച്ചിട്ടില്ല അദ്ദേഹം. അതെല്ലാം അദ്ദേഹത്തിന് കിട്ടേണ്ട അവസരങ്ങളൊക്കെ കിട്ടി. പാർട്ടിയെ ഒന്നുമില്ലായ്മയിൽ നിന്ന്, ശൂന്യതയിൽ നിന്ന് പാലക്കാട് നഗരസഭയിൽ കെട്ടിപ്പടുത്തി ഇത്രയൊക്കെ ആക്കി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന് അറിയാം. ഇനി ചില കാര്യങ്ങൾ അദ്ദേഹം അവിടെ ചാടിത്തുള്ളി ആ കലാശക്കൊട്ടിന്റെ സമയത്ത് ഒരു കൊച്ചു എന്താ പറയുക, ഒരു ഏറ്റവും ചെറുപ്പക്കാരനെ പോലെ അദ്ദേഹം ചാടിത്തുള്ളുന്നതും ഞങ്ങൾ ജയിച്ചു എന്ന് പാലക്കാട് സ്ലാങ്ങിൽ പറയുന്നതൊക്കെ നമ്മൾ കേട്ടതാണ്. പക്ഷെ അപ്പോഴും എനിക്ക് എന്റെ മനസ്സിൽ സംശയം ഉണ്ടായിരുന്നു. ശിവരാജിനെ ചാടിത്തുള്ളുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹവും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഈ പറഞ്ഞ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്തുള്ള കാര്യത്തിൽ എനിക്ക് ആദ്യം മുതലേ സംശയം ഉണ്ടായിരുന്നു. ആ സംശയം ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു വൻ തിരിച്ചടിയിലേക്കാണ് പാർട്ടി പോകുന്നത് എന്ന് ഉള്ളിൽ നല്ല ബോധ്യത്തോടു കൂടിയുള്ള ഒരു ഡാൻസ് കളിയാണ് എന്ന് യഥാർത്ഥത്തിൽ വേണം ഇന്ന് ചിന്തിക്കാം. അന്ന് ഞാനൊക്കെ ചിന്തിച്ചിരുന്നു. കാരണം ഇതിന് അങ്ങനെ അല്ല, ഇവരൊന്നും കൃഷ്ണകുമാറിനോട് ആത്മാർത്ഥതയായിട്ട് അല്ല പ്രവർത്തിക്കുന്നതെന്നും അവർ കടമ കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ നടപടി വന്നാലോ ഇറങ്ങിയില്ലെങ്കിലും വീട് കയറിയില്ലെങ്കിലും ഒക്കെ നടപടി വരില്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും അവർ ഒരുമിച്ച് പ്രവർത്തിച്ചു. ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ 1-2 തവണ കഷ്ടിച്ച് പാലക്കാട് വന്നിട്ട് മുഖം കാണിച്ച് കൺവെൻഷനിൽ മുഖം കാണിച്ച പോലെ, കലാശക്കുട്ടൻ അല്ലെങ്കിൽ കാണിച്ചതുപോലെ ശിവരാജനെ പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ, BJPക്ക് ഒന്നും ചെയ്യാനും കഴിയില്ല. കാരണം ഇന്ന് അദ്ദേഹം അതിനുകൂടി അഡ്വാൻസ് ബെയിലെടുത്താണ് നിരന്തരം സംസാരിച്ചത്. താങ്കൾ ശ്രദ്ധിച്ചാണെന്ന് വിചാരിക്കുന്നു. എൻ്റെ ബൂത്തിൽ 80% വോട്ടാണ് BJPക്ക്. അങ്ങനെ ഈ സംസ്ഥാനത്ത് ഏതെങ്കിലും BJP നേതാവിന് കഴിയുമോ എന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ശിവരാജൻ സംസാരിച്ചത്. അപ്പോൾ ഇത് ഏത് അന്വേഷിച്ചു പേടിയില്ല. അതുകൊണ്ടാണ് അദ്ദേഹം തുറന്നടിക്കുന്നത്. ഇപ്പൊ പ്രമീള ശശിധരനും തുറന്നടിക്കുന്നത് എന്തുകൊണ്ടാണ്? ശിവരാജനെ പോലുള്ളവരുടെ ബലമുണ്ട്. അല്ലെങ്കിൽ അവിടെ അവരൊറ്റയ്ക്കല്ല, വേറെ ഒരുപാട് കൗൺസിലർമാരുണ്ട്. 28 കൗൺസിലർമാരിൽ 18 കൗൺസിലർമാർ അസംതൃപ്തരാണെന്ന് പറയുമ്പോൾ കൗൺസിലർമാർക്കിടയിലുള്ള അസംതൃപ്തിയുടെ ആഴവും പരപ്പും വ്യക്തമല്ലേ. മാത്രമല്ല, ഈ 28 എന്ന് പറയുന്നതിനകത്ത് ഈ പറഞ്ഞ BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരാണ് ഈ 18 പേര്. മൂത്താന്തറ അടക്കം, കൽപ്പാത്തി അടക്കം, പുത്തൂരടക്കം, അങ്ങനെയുള്ള മേഖലകളിൽ നിന്നുള്ള, വടക്കന്തറ അടക്കമുള്ള മേഖലകളിൽ നിന്നുള്ള അതിശക്തരായ കൗൺസിലർമാരാണ് അവര്. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് വളരെ ശക്തി തന്നെയാണ്. എന്തും വരട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം, നോക്കാം
എന്നുള്ള നിലപാടിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഞാൻ പറയുന്നത് ഇപ്പൊ പാലക്കാട് സംഭവിച്ചത്, നമ്മളിപ്പോ കോൺഗ്രസ് വളരെ തന്ത്രപരമായിട്ട് അല്ലെങ്കിൽ UDF വളരെ തന്ത്രപരമായി മുസ്ലിം സംഘടനകളുടെ പിന്തുണ, തീവ്ര വർഗീയതയുള്ള മുസ്ലിം സംഘടനകളുടെ പിന്തുണ തേടി ആ കരുത്തിലാണ് ജയിച്ചതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അവസരം എല്ലാ പാർട്ടികളും വിനിയോഗിക്കും. ഇവിടെ എന്താ സംഭവിച്ചത്? അതായത് അവിടെ സംഭവിച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ പാലക്കാട് BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ BJP ജയിച്ചു വരരുത് എന്നുള്ള കാര്യത്തിൽ മുസ്ലിം സംഘടനകൾക്കെല്ലാം ഏതാണ്ട് ഏകാഭിപ്രായമുണ്ട്. അവർ മുൻകാലങ്ങളിലൊക്കെ ഇടതുപക്ഷം ആവശ്യപ്പെടാതെ തന്നെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നടത്താതെ തന്നെ ഇടതുപക്ഷമാണ് RSSനെ നേരിടാൻ ഏറ്റവും മികച്ച സാധ്യത, അല്ലെങ്കിൽ അവരാണ് ഏറ്റവും ചാമ്പ്യൻസ് എന്നുള്ള ധാരണയിൽ ഈ ഒരു വലിയ ചർച്ചയോ ഇതൊന്നും കൂടാതെ തന്നെ അവരുടെ ഒരു അജണ്ട എന്താ, RSSനെ കഴിയുന്നത്ര അകറ്റി നിർത്തുക, തോൽവി ഉറപ്പാക്കുക. അതിനുവേണ്ടി അത് ഈ പറഞ്ഞ പോലെ ധാരണയോ ചർച്ചയോ ഒന്നുമില്ലാതെ തന്നെ ഇടതുപക്ഷത്തെ ഞങ്ങൾ 16 ലോക്സഭാ മണ്ഡലങ്ങളിൽ പിന്തുണയ്ക്കും, 2 ഞങ്ങൾ UDFനെ പിന്തുണയ്ക്കും എന്ന് പറഞ്ഞ് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും. അതുപോലെ തന്നെ ഈ പറഞ്ഞ SDP അങ്ങനെ പിന്തുണയ്ക്കാം, പക്ഷേ അങ്ങനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും. പക്ഷേ കൃത്യമായ ചർച്ച നടത്തി, കൃത്യമായ ആലോചന നടത്തി, അതിൻ്റെ തന്നെ നിരവധി തെളിവുകൾ മുമ്പ് തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്തല്ലേ MM ഹസൻ അവിടെ പോയി ചർച്ച നടത്തിയതിൻ്റെ ചിത്രം സഹിതം പുറത്തു വന്നിട്ടുള്ളത്. സഹകരിച്ച് തന്നെ മത്സരിക്കുന്ന സാഹചര്യമുണ്ട്. ദേശാഭിമാനി മുഖപ്രസംഗത്തിന്റെ വാർത്തകളൊക്കെ നമ്മൾ എത്ര കണ്ടു. അല്ല, അപ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്നു, കാലത്തിന്റെ മുഖ്യമന്ത്രിയോടൊപ്പം ജമാഅത്തിന്റെ അമീർ നിൽക്കുന്ന ഒരു ചിത്രം ഏറ്റവും കളവായി പ്രചരിപ്പിക്കുന്നത് ഫാക്ട് ചെക്കിൽ വന്നിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹത്തെ കാണാൻ വന്ന് സമുദായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നിവേദനങ്ങളും ആ തരത്തിൽ ഫാക്ട് ചെക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് 2021 പിണറായി വിജയൻ നടത്തിയ ചർച്ചയാണ് എന്ന മട്ടിലേക്ക് ചിത്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ് മുഖപത്രം അടക്കം അതെടുക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം തെറ്റായ പ്രചാരണങ്ങൾ പലതും നടക്കുന്നുണ്ട്. ഞാനൊരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് അല്ല പോകുന്നത്. മുസ്ലിം സംഘടനകളെ എന്താ പറയുക, ഇങ്ങനൊരു നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ച് കോൺഗ്രസിനോടുള്ള പ്രണയം കൊണ്ടോ അല്ലെങ്കിൽ LDFനോടുള്ള പക കൊണ്ടോ അല്ല, മറിച്ച് അവിടെ BJP തോൽക്കണമെന്ന പ്രബലമായ ഒരു വികാരം, BJP ഇവിടെ ജയിക്കരുത് എന്നവർ അതിശക്തമായി ആഗ്രഹിക്കും. അതിന് പാലക്കാട് ഇപ്പോൾ കഴിഞ്ഞ 3-4 തെരഞ്ഞെടുപ്പിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന UDF ആണ് അവരെ തോൽപ്പിക്കാൻ പോകുന്നവർ എന്നൊരു ചിന്ത കൊണ്ട് അവരെല്ലാവരും അങ്ങോട്ട് മാറി. നേരെ മറിച്ച് ആ 1-ാം സ്ഥാനത്ത് LDF ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന് ഇങ്ങനെ ഏകപക്ഷീയമായ പിന്തുണ കിട്ടില്ലായിരുന്നു. ഇതാണ് സത്യം. ഇതിനെ നമ്മൾ ഇനി വേറെ മറ്റ് വർത്താനങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ സിംഗിൾ പോയിന്റ് അജണ്ട ഇതാണ്, പാലക്കാട് BJP തോൽക്കണം. പക്ഷെ പാലക്കാട്ടെ BJPയെ തോൽപ്പിക്കണമെന്ന് മുസ്ലിം സംഘടനകൾ വിചാരിച്ചത്ര തീവ്രതയോടെ ജയിച്ചിരിക്കണമെന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ട് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ ആറ്റിങ്ങലിലും ആലപ്പുഴയിലും BJP പ്രവർത്തകർ കാണിച്ച ഒരാവേശം ഈ 2 പ്രബല മുന്നണികളെയും വിറപ്പിച്ച് ഏറ്റവും ശക്തമായ അല്ലെങ്കിൽ ഏറ്റവും അഭിമാനകരമായ ഒരു 3-ാം സ്ഥാനത്തേക്കും 2-ാം സ്ഥാനത്തേക്ക് ഒക്കെ കുതിച്ചെത്താൻ കഴിഞ്ഞ BJPക്ക് എന്തുകൊണ്ട് അവരുടെ ശക്തി കേന്ദ്രത്തിൽ പാലക്കാട്ട് പാർട്ടിയുടെ ആവശ്യം എന്താണെന്നും പാർട്ടിയുടെ പാലക്കാട്ടെ വിജയത്തിന്റെ അനിവാര്യത എന്തെന്നും തിരിച്ചറിയാൻ കഴിയാതെ അവർ പരസ്പരം കുത്തി മരിച്ചു എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ആരാ ഉത്തരം പറയേണ്ടത്? തീർച്ചയായും അത് ആ പാർട്ടിക്കകത്തെ കൂട്ടത്തിലും ആ പാർട്ടിയുമാണത് പരിശോധിക്കേണ്ടത്. പക്ഷേ ഇവിടെ ലാൽകുമാറിലേക്ക് വരുമ്പോൾ, ലാൽ നേരത്തെ ഉന്നയിച്ച വിഷയത്തിൻ്റെ മറ്റൊരു എക്സ്റ്റൻഷനാണ് ശ്രീ പൊടിപ്പാറ പറഞ്ഞത്. മുസ്ലിം വർഗീയ സംഘടനകളാവട്ടെ, സമുദായ സംഘടനകളാകട്ടെ, ഈ കാലത്ത് പാലക്കാടിനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുന്ന ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കാം. ഒരു തരത്തിലും BJP ജയിക്കരുത്. പക്ഷേ അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഡിസൈൻ UDF, വിശേഷിച്ച് കോൺഗ്രസ് അതിനെ ഏറ്റവും സമർത്ഥമായി ഉപയോഗിക്കുക. 2021 ഞാൻ മുമ്പ് പറഞ്ഞു, 2024 അതേ സ്ട്രാറ്റജി തന്നെ തന്ത്രം മുന്നോട്ട് വെക്കുന്നു. ഈ സംഘടനകളെ എല്ലാം കൂടെ നിർത്തുന്നു. അതിൻ്റെ ഗുണഭോക്താക്കളായി വീണ്ടും കോൺഗ്രസ് അവിടെ മാറുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതിനെ സമീപിക്കുന്നതിലാണ് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ളൂ. ഇപ്പോൾ ലാൽ ഒരു നിലയിൽ സമീപിക്കുന്നു, ശ്രീ പൊടിപ്പാറ മറ്റൊരു നിലയിൽ സമീപിക്കുന്നു. പക്ഷേ ഇവിടുത്തെ പ്രശ്നം, ഇവിടെ യഥാർത്ഥത്തിൽ BJP പാലക്കാട്ട് ഇത്രയേ ഉള്ളൂ എന്ന് തുറന്നു കാട്ടുമ്പോൾ അതിനകത്തെ പ്രശ്നങ്ങൾ ഇനി പരമാവധി മികവോടെ പ്രവർത്തിച്ചാലും അവരിത്രേ എത്തൂ, അവർക്ക് നിയമസഭയിൽ ജയിക്കാൻ കഴിയില്ല എന്ന നിലയിലേക്കൊരു ബോധ്യം ഇന്ന് കുറേ കൂടി ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടോ? ആ ബോധ്യം വരുന്നതോടുകൂടി, ആ ബോധ്യം അങ്ങനെ വരുന്നതിൽ യഥാർത്ഥത്തിൽ പാലക്കാട്ടെ കോൺഗ്രസ് സന്തോഷിക്കാനിടയുണ്ടോ ലാല്?
കാരണം ഒരു വലിയ പ്രചാരണം ഒരു പ്രചാരണത്തെയും അത് ബാധിക്കുന്നുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു നിരന്തര പ്രചാരണത്തെ ബാധിക്കും വിധത്തിലേക്ക് BJP അവിടെ ശോഷിക്കുന്നു. BJP സംഘടനാപരമായി വലിയ ദൗർബല്യത്തിലാണ്. ഇനി വോട്ട് കിട്ടിയാൽ പോലും, പരമാവധിയിൽ സമാഹരിച്ചാൽ പോലും ആ നിയോജക മണ്ഡലത്തിൽ ജയിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് യഥാർത്ഥത്തിൽ മത്സരചിത്രം തന്നെ ഭാവിയിൽ മാറ്റിയേക്കാം. ലാല്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വർഗീയതയുമായി ബന്ധപ്പെട്ട ചർച്ചയാണല്ലോ നമ്മൾ മുന്നോട്ട് വെച്ചത്. അവിടെ പൊടിപ്പാറ സാറ് പറഞ്ഞതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. കാര്യം യോജിപ്പില്ല എന്ന് പറയുന്നത് ഞാൻ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്ത് തരാം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ കോൺഗ്രസിന് അനുകൂലമായി കേന്ദ്രീകരിച്ചു. ഈ പ്രാവശ്യത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തും ന്യൂനപക്ഷ വോട്ടുകൾ വലിയ രീതിയിൽ UDF അനുകൂലമായി കേന്ദ്രീകരിച്ചു. നമ്മൾ അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ UDFന് അനുകൂലമായി കേന്ദ്രീകരിച്ചപ്പോൾ ഇങ്ങനൊരു വാദം വെച്ചില്ലല്ലോ. ഇതിനെക്കാട്ടിലും വലിയ സ്കെയിലിലാണ് യഥാർത്ഥത്തിൽ ന്യൂനപക്ഷം LDF തോക്കുമോ ഇല്ലയോ എന്നുള്ളതല്ല, കേന്ദ്രത്തിലെ BJPയെ മാറ്റി നിർത്താൻ, അകറ്റി നിർത്താൻ വോട്ട് ചെയ്തു, അല്ലെങ്കിൽ UDF അനുകൂലമായ നിലപാട് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷം എടുത്തു എന്ന് തന്നെയാണ് നമ്മുടെ വിലയിരുത്തൽ. അത് BJPയെ അകറ്റി നിർത്താൻ തന്നെയാണ്. പക്ഷേ അത്രത്തോളം ഒരു പ്രശ്നം, ആ പ്രശ്നം പറയുന്ന പോലെയാണോ നമ്മൾ ഈ പ്രശ്നം പറഞ്ഞത്? അല്ല, വ്യത്യാസമുണ്ട്. കാരണം നിങ്ങൾ നോക്കൂ, നിയമമണ്ഡലത്തിൽ BJP അകറ്റി നിർത്താൻ ന്യൂനപക്ഷം പോളറൈസ് ചെയ്യത്തില്ലേ? ഉണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്തും ചെയ്യത്തില്ലേ? ചെയ്യും. അവിടെ ഒന്നും നമ്മൾ ഇങ്ങനൊരു വാദം മുന്നോട്ട് വെച്ചില്ലല്ലോ. ഇവിടുത്തെ പ്രശ്നം നോക്കൂ, SDPI അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് മുന്നിലേക്കിറങ്ങി വന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പ്രകടനത്തിലേക്കും പ്രചരണത്തിലേക്കും ഇറങ്ങി അവർ ക്രെഡിറ്റ് എടുക്കുന്ന രീതിയിലേക്ക് മാറി ഈ കാര്യങ്ങൾ. മറ്റുള്ള ഒരു സ്ഥലത്തും ഇത് സംഭവിച്ചിട്ടില്ല. അത് രണ്ടും രണ്ടാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ രാഷ്ട്രീയ ബോധ്യം എന്നോട് പറഞ്ഞു തരുന്നത് രണ്ടും രണ്ടാണെന്നാണ്. നോക്കൂ, ഒരു മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ കേന്ദ്രീകരിച്ചുള്ള വോട്ട് കാരണം ഒരു BJP സ്ഥാനാർത്ഥിയോ ഒരു CPM സ്ഥാനാർത്ഥിയോ തോറ്റുപോയി എന്നിരിക്കട്ടെ, അവിടെ SDPI വരുന്ന വലിയ പ്രകടനം നടത്തുമ്പം ആ വിജയിച്ച കോൺഗ്രസ്സുകാരൻ നടത്തുന്നതിനെക്കാട്ടിലും കൂടുതൽ ആഘോഷ പ്രകടനം യഥാർത്ഥത്തിൽ SDPI നടത്തുമ്പോൾ അവർ കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? അതിന് കാരണം കൂടെ ഞാൻ പറയാം. BJPയുടെ ചേനയ്ക്ക് അദ്ദേഹത്തിന്റെ ചോദ്യം താങ്കളോടാണ്. ശ്രീ പൊടിപ്പാറ, ഒരു നിമിഷം. ഇപ്പോ പാലക്കാട്ടെ മുസ്ലിം തീവ്ര സംഘടനകൾക്കടക്കം അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് RSSന്റെ അല്ലെങ്കിൽ BJPയുടെ വിജയം ഒഴിവാക്കണമെന്ന് എത്രത്തോളം ആഗ്രഹം തോന്നിയോ, അതേ ആഗ്രഹം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് CPMനും തോന്നിയിരുന്നു. CPM അവിടെ BJPയുടെ പരാജയത്തിന് ഉതകും വിധം UDFിലേക്ക്, ഷാഫി പറമ്പിലേക്ക് വോട്ടുകൾ കൊടുത്തു. നിയമസഭാ സ്പീക്കർ ഷംസീർ പോലും ചോദിച്ചത് ഓർമ്മ വേണം, ഷാഫി നിങ്ങൾ എങ്ങനെയാണ് പാലക്കാട്ട് ജയിച്ചത് എന്ന് മറക്കരുതെന്ന് പറഞ്ഞപ്പോ അവിടെ LDF കോൺഗ്രസിനെ SDPI ഇത്ര പരസ്യമായി അവകാശവാദവുമായി വന്നിരുന്നില്ല. ശ്രീ പൊടിപ്പാറ, ഇന്ന് കണ്ടതുപോലെ ഒരു പ്രകടനം ഉണ്ടായി. ഞാൻ പറയാം ഒന്ന് ചുരുക്കി. ഹലോ, പറഞ്ഞോളൂ. ഞാൻ പറയാം. നോക്കൂ, പൊടിപ്പാറ സാറ് പറഞ്ഞത് ഞാൻ പറഞ്ഞത് തമ്മിൽ എന്നാ വ്യത്യാസം? ഞാൻ പറഞ്ഞത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം CPM വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് പറഞ്ഞോ? ഇല്ല. മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം കോൺഗ്രസ്സുകാരനായ ഷാഫി പറമ്പലിനെ അകറ്റി നിർത്താൻ വലിയ രീതിയിൽ വോട്ട് ചെയ്തു. അപ്പം നമ്മളിത് പറഞ്ഞോ? പറഞ്ഞില്ല. എന്നിട്ടും നമ്മൾ ഇപ്പം പറയാൻ കാരണം എന്ത്? അതല്ലേ ഇവിടുത്തെ ചോദ്യം. അവിടുത്തെ ചോദ്യത്തിന് ഇങ്ങനെ SDPI മുന്നോട്ടിറങ്ങി വന്നു എന്നുള്ളതാണ്. നോക്കൂ, ഞാൻ കാരണം പറഞ്ഞുതരാം. SDPIയെ സംബന്ധിച്ചിടത്തോളം, പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിടത്തോളം, പോപ്പുലർ ഫ്രണ്ടിന് ഇതൊരു അഭിമാന പോരാട്ടം കൂടെയായിരുന്നു. യഥാർത്ഥത്തിൽ അതുപോലൊരു അഭിമാന പോരാട്ടം കഴിഞ്ഞ പ്രാവശ്യം അവർ ആലപ്പുഴ ജില്ലയിൽ KC വേണുഗോപാലിന് അനുകൂലമായി നിന്നു. വളരെ പ്രകടമായി അവർ പുറത്തു വന്നില്ല എങ്കിലും അവർ യഥാർത്ഥത്തിൽ KC വേണുഗോപാലിന് വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിച്ചു. അത് ഇന്ന് തുടങ്ങിയതല്ല. ശരി. കാര്യം SDPIയുടെ മാതൃസംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ BJP നിരോധിച്ചു. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു ഇക്വേഷനുണ്ട്. അതുകൊണ്ടാണ് SDPIയെ സംബന്ധിച്ചിടത്തോളം BJPയെയോ അല്ലെങ്കിൽ RSSനെ തോപ്പിച്ചു എന്ന് പറയുന്നത് ഒരു അഭിമാന പ്രശ്നമാകുന്നത്. അതുമാത്രമല്ല, ആ പാലക്കാട് ടൗണിൽ SDPIക്കാരെല്ലാം കൂടെ ചേർന്ന്, പോപ്പുലർ ഫ്രണ്ടുകാരെല്ലാം കൂടെ ചേർന്ന് ഒരു RSSകാരനെ കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. പല ഇക്വേഷൻ ഇതിനകത്തുണ്ട്. ഇവിടെ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് 1 മിനിറ്റ് തന്നാൽ ഞാൻ പറഞ്ഞുതരാം. വേഗം.
നോക്കൂ, SDPയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മുസ്ലിം ഈ പറയുന്ന ന്യൂനപക്ഷ തീവ്രവാദ രീതിയിൽ പെരുമാറുന്ന രീതിയിലുള്ള ആൾക്കാരെ കണ്ട, അല്ലെങ്കിൽ വർഗീയമായി, തീവ്രവാദത്തെക്കാൾ കൂടുതലും മെച്ചപ്പെട്ട വാക്ക് വർഗീയമായിരിക്കാം, വർഗീയതയിൽ ഊന്നു നിൽക്കുന്ന ആൾക്കാരുടെ ശ്രമം എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം RSS വളരുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. കാര്യം RSSനെതിരെ തട്ടി നിൽക്കാൻ മുസ്ലിം സംഘടന, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങളാണ് ഇവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനുള്ള ശക്തിയുള്ളത് എന്ന് പ്രൂവ് ചെയ്യുക SDPയെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യമാണ്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ RSS ഒരു വലിയ ത്രെട്ടാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കുന്നത് വഴി അവർ ആ ത്രെട്ടിനെ അവോയ്ഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, അവർ ആ ത്രെട്ടിന് കൂടുതൽ വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. കാര്യം എന്താ? മനുഷ്യന്റെ മനസ്സിൽ ഭീതി വളർത്തും. RSS വർഗീയമാണെന്ന് നമുക്ക് സംശയമില്ല, RSS അപകടമാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമില്ല. പക്ഷേ അതുവഴി ഇവരുടെ രാഷ്ട്രീയം വളർത്താനുള്ള ഒരു ലക്ഷ്യമുണ്ടല്ലോ. കാര്യം എന്നാ? അപ്പുറത്ത് വർഗീയമാകുന്നതിന് നമ്മൾ ഇപ്പുറത്ത് പറയുന്ന രാഷ്ട്രീയം എന്താണ്? നമ്മൾ പറയുന്ന മതനിരപേക്ഷ രാഷ്ട്രീയമാണ്. മതനിരപേക്ഷത കൊണ്ട് മാത്രമേ വർഗീയതയെ തോൽപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്നതിടത്ത് SDPയെയും പോപ്പുലർ ഫ്രണ്ടും പറയുന്നത് നമുക്ക് വർഗീയമായിട്ടേ തോൽപ്പിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞ് മുസ്ലിം ന്യൂനപക്ഷത്തെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ മുസ്ലിം ന്യൂനപക്ഷത്തിനെ കൂടുതൽ വർഗീയവൽക്കരിച്ചാൽ ഈ പറയുന്ന പാകിസ്ഥാനും ഇന്ത്യയും ഒരിക്കൽ ഉണ്ടായിപ്പോയ പോലുള്ള ഡിവൈഡ് മാനസികമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ പാലക്കാട്ടെ പ്രശ്നത്തിന് കൂടുതൽ ഊന്നൽ കൊടുത്ത് ഞാൻ പറഞ്ഞത്. അല്ലാതെ ന്യൂനപക്ഷ വോട്ട് കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിച്ചതും ന്യൂനപക്ഷ വോട്ട് CPMലേക്ക് കേന്ദ്രീകരിച്ചതും അല്ല വിഷയം. അവിടെ കോൺഗ്രസിന് അധിക ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള BJPയിലെ ആഭ്യന്തര പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ BJPയുടെ ഒരു സാന്നിധ്യത്തെ ചൂണ്ടിക്കാട്ടി പാലക്കാടിൻ്റെ രാഷ്ട്രീയത്തെ ഒപ്പം ചേർത്ത് നിർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള പ്രചാരണങ്ങൾ സ്വാഭാവികമായും ചർച്ചയുടെ ഭാഗമായി വരും. 2021 UDF അത് നേരിട്ട് ചെയ്തുവെങ്കിൽ 2024 ആ BJP ഭീതി പരത്താൻ ഈ പറഞ്ഞ മതമൗലികവാദ സംഘടനകളുടെ, വർഗീയ സംഘടനകളുടെ, സമുദായ സംഘടനകളുടെ ഒക്കെ ഒരു കൺസോർഷ്യം, ഒരു ഒത്തുചേരൽ രാഷ്ട്രീയമായി UDF പാലക്കാട്ട് നടത്തി എന്ന് പറയുന്ന ഗുരുതരമായ ഏറ്റവും പുതിയ സാഹചര്യത്തിലെ ഒരു പ്രശ്നം വളരെ പ്രധാനപ്പെട്ട ചർച്ചയായി തുടർന്ന് അങ്ങോട്ടും പോകുന്ന ഒന്ന് തന്നെയാണ്. ശ്രീ നസീർ, ഒറ്റ മിനിറ്റിൽ, അതായത് അധികം വൈകാതെ സുരേന്ദ്രന് പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വരും എന്നൊരു സാഹചര്യം പാലക്കാട്ടെ തോൽവിയും ഇപ്പോഴത്തെ ഈ പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങളും ഒക്കെ കാണുമ്പോൾ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. കാരണം ഇതുപോലെ ഓരോ പരിപാടികളൊക്കെ പാർട്ടിയിൽ വരാറുണ്ട്. നാളിപ്പോൾ മീറ്റിംഗ് കൂടുമ്പോൾ ഒരു ചർച്ചയ്ക്ക് പോലും സംഭവം വരില്ല. കാരണം അവർ അജണ്ട നിശ്ചയിക്കുന്ന അങ്ങനെ വിവാദമായ ഒരു വിഷയം ചർച്ച ചെയ്യാൻ അവർ അനുവദിക്കാറില്ല പാർട്ടിയിൽ. ഇപ്പം നേരത്തെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ചോട്ടെ. നേരത്തെ കുമ്മന രാജേട്ടൻ 3 പേരുടെ പേര് ലിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ. ഈ 3 പേരുടെ ലിസ്റ്റ് അതിന് വിരുദ്ധമായിട്ടൊരു നിലപാട് എടുത്തിട്ടുണ്ടെങ്കിൽ കുമ്മൻ രാജേട്ടൻ അത് പറയുമെന്ന് തോന്നുന്നുണ്ടോ? പറയില്ല. കാരണം എനിക്കനുഭവം. കാരണം ഞാൻ മെഡിക്കൽ കോളേജ് അന്വേഷണ റിപ്പോർട്ട് കൊടുത്തു, അത് ചോർന്നു പോയി. ആ ചോർന്നു പോയ വിഷയം കൃത്യമായിട്ട് അറിയാവുന്ന ഒരാൾ കുമ്മൻ രാജേട്ടൻ, വേറെ 2 പേരുമാണ്. ഈ വിഷയം കൃത്യമായിട്ട് സംസ്ഥാന ഭാരവാഹികൾ അറിയണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് പറയാൻ പോലും അന്ന് സംഘടന എന്നെ അനുവദിച്ചില്ല. കാരണം സംസ്ഥാന നേതാക്കന്മാർ ഈ പാർട്ടി പ്രവർത്തകരുടെ ഇടയിൽ ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. എൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ എൻ്റെ ശ്രീശം മാഷയുടെ കയ്യിൽ നിന്ന് ചോർന്നു പോയതായിട്ട് വ്യാപകമായ ഒരു പ്രചരണം വന്നു. അപ്പം അങ്ങനെ വളരെ ഒരു രൂക്ഷമായ ഘട്ടത്തിൽ പോലും അത് പറയാൻ രാജേട്ടൻ തയ്യാറായില്ല. അപ്പം ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഒരിക്കലും രാജേട്ടൻ അത് തുറന്നപ്പോൾ ഞാൻ കൊടുത്ത ലിസ്റ്റിൽ അതല്ല, മറ്റൊരു പേരാണ് എന്ന് രാജേട്ടൻ പറയില്ല. പിന്നെ നാളെ ഈ മീറ്റിംഗ് കൂടിയാൽ പോലും ഒരിക്കലും ഈ വിഷയം അവിടെ ചർച്ച ചെയ്യില്ല. അവിടെ ചർച്ച ചെയ്താൽ ആ ചർച്ച ആരെങ്കിലും പരസ്പരം 2 പേര് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കും. അജണ്ടയിൽ കയറില്ല. പാർട്ടിയുടെ രീതിക്ക് പോകും. അത് ദേശീയ തലത്തിലുള്ള തീരുമാനത്തിനനുസരിച്ച് പാർട്ടി പോകും. വേറെ ഒരു നടപടികളും അതിന്റെ ഇടയിൽ ഇപ്പൊ തൽക്കാലം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പലപ്പോഴും പല ഘട്ടങ്ങളിലും ഇത്തരം വാർത്തകൾ വന്നിട്ടുള്ളതാണ്. ഇന്ന് രാവിലെയും ശ്രീപൊടിപ്പറ അങ്ങനെ ഒരു വാർത്ത വന്നു, രാജ്യസന്നദ്ധത അദ്ദേഹം അറിയിച്ചു എന്ന് വാർത്താ സമ്മേളനത്തിന് മുമ്പ്. പക്ഷേ ആ വാർത്താ സമ്മേളനത്തിൽ വന്നപ്പോൾ മുൻകാലങ്ങളിൽ അക്കാലത്ത് പ്രസിഡന്റുമാരായിരുന്നവർ സ്വീകരിച്ച കീഴ്വഴക്കം ഓർമ്മിപ്പിക്കാനും സുരേന്ദ്രൻ മറന്നില്ല. അതിൽ സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്ന ഒരു യാഥാർത്ഥ്യമില്ലേ, തൻ്റെ രാജി അല്ലെങ്കിൽ താൻ ഈ പദവി വിട്ടൊഴിയണമെന്ന് കാലങ്ങളായി ആഗ്രഹിക്കുന്നവരോടായിരിക്കില്ലേ സുരേന്ദ്രൻ ഇന്നത് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉടനടി ഏതെങ്കിലും തരത്തിലുള്ളൊരു കസേര മാറ്റം, പദവി ഒഴിവാകൽ എന്നൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല തൽക്കാലം അവരും എന്നാണോ ശ്രീ പൊടിപ്പാറയ്ക്കും തോന്നുന്നത്? തീർച്ചയായിട്ടും അതിനെന്താ സംശയം? അല്ലെങ്കിൽ രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന ഒരാള് പത്രസമ്മേളനത്തിൽ പറയണ്ടേ, ഞാനാണ് ഈ മുഴുവൻ സമയം അവിടെ ക്യാമ്പ് ചെയ്ത് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം നൽകിയത്. ഈ രാജ്യത്തിൽ മറ്റാരേക്കാൾ എനിക്ക് ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്, ഞാൻ രാജി വെക്കാൻ തയ്യാറാണ്, എനിക്കൊരു വൈമുഖ്യമില്ല എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞെന്താ?
ഇത്തരം സമാനമായ ഘട്ടങ്ങളിൽ ഇതിനു മുമ്പിരുന്ന പല വി മുരളീധരൻ അടക്കമുള്ള പലരും അതിന് തയ്യാറായിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു തയ്യാറാകണം? ഇനി വേണമെങ്കിൽ ഒന്നുകൂടി അദ്ദേഹത്തിന് കൂട്ടി പറയാം. ഇതേ ഞാനിരുന്നപ്പോഴേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയത്, പലയിടത്തും വലിയ കുതിപ്പുണ്ടാക്കിയത്. ഇപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ചേലക്കരയിൽ 10,000-ലധികം വോട്ടിന്റെ വർധനമുണ്ടായില്ലേ? പാലക്കാട് അത് പറഞ്ഞല്ലോ, തോൽക്കുമ്പോൾ പഴി. അത് പറഞ്ഞതിൽ ആ മെസ്സേജ് ഉണ്ടല്ലോ, തോൽക്കുമ്പോൾ പഴി എന്ന് പറഞ്ഞതിൽ അതുണ്ടല്ലോ. അതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളിപ്പോ നസീർ പറഞ്ഞാണ് സത്യം. ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒടുവിൽ ഇതൊക്കെ ചായക്കൊപ്പയില് കൊടുങ്കാറ്റായി ഓടുന്നു. സുരേന്ദ്രൻ അവിടെ തന്നെ ഉണ്ട്. ശരി, നന്ദി ശ്രീ പൊടിപ്പാറ, അതുപോലെ ശ്രീ നസീർ, ശ്രീ ലാൽകുമാർ ഞങ്ങളുമായി സഹകരിച്ചു. ഏതായാലും BJPക്ക് പാലക്കാട്ടെ തോൽവി സൃഷ്ടിച്ച വലിയ ആഘാതമുണ്ട്. വലിയ കൂട്ടത്തല്ല പാർട്ടിക്കുള്ളിൽ നടക്കുകയാണ്. പക്ഷേ അതിലൂടെ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. പാലക്കാടിൻ്റെ രാഷ്ട്രീയ ഘടനയെ തന്നെ മാറ്റിമറിക്കാവുന്ന വിധത്തിൽ BJP സുദൃഢമാണ് എന്ന നിലയിൽ രൂപപ്പെടുത്തി വെച്ച പാലക്കാട്ടെ ആ ഒരു രാഷ്ട്രീയാഖ്യാനം തന്നെ ദുർബലപ്പെടുന്നു, മാറുന്നു, പൊളിയുന്നു എന്നതുകൂടി ഈ സംഘടനാ പ്രശ്നം, BJPയിലെ സംഘടനാ പ്രശ്നം ചർച്ച ചെയ്യുന്നതിലൂടെ വെളിവാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം.